സൂഫികൾ എപ്പോഴും പറയും, മരണമേ നീ എന്നെ വന്നു പുണർന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചു എന്നാണ്. അത് ശരിക്കും ദൈവികമായ ഒരനുഭൂതിയാണ്. അല്ലെങ്കിൽ ആബ്സല്യൂട്ടായ പരമാർത്ഥമായ ഏതൊന്നാണോ അതിനെ തിരയുന്ന, അതിനെ അനുഭവിക്കുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൻ്റെ ഒരു പൂവിരിയലാണ് യഥാർത്ഥത്തിൽ സൂഫിസം. ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ സൂഫികൾ ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്നേഹത്തിലാണ്. അതിനാൽ സൂഫികൾ ഇഷ്ക് എന്ന് പറയും. ഇഷ്ക് എന്ന് പറഞ്ഞാൽ ആ ദിവ്യ പ്രണയമാണ്. അപ്പോൾ വേദാന്തികൾ പറയുന്ന ഒരു തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ആ തീക്കൊള്ളി ചുറ്റുമ്പോൾ ആ വലയം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു വട്ടമാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വട്ടമില്ല, തീക്കൊള്ളി മാത്രമേ ഉള്ളൂ. ഈ പ്രാപഞ്ചികത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചലനമാണ്. ആത്മനിഷ്ഠമായ അനുഭവത്തിൻ്റെ ഒരിടം നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഹൃദയത്തിൽ. അതുകൊണ്ട് സൂഫികൾ പറയും ഖൽബുൽ മുഅ്മിനി അർഷുല്ലാഹ് എന്ന് പറയും. ദൈവത്തിൻ്റെ സിംഹാസനം ബോധപ്രാപ്തനായ മനുഷ്യൻ്റെ ഹൃദയമാണ്. റൂമി പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവൻ എന്ന് വിചാരിക്കുന്നവൻ്റെ മുന്നിൽ എപ്പോഴാണോ നിങ്ങൾക്ക് തല താഴ്ത്താൻ പറ്റുന്നത് അപ്പോഴേ നീ ഒരു സൂഫിയാവുന്നുള്ളൂ, ഒരു ആധ്യാത്മികനാവുന്നുള്ളൂ. പ്രണയികളുടെ ഒരു സൈന്യത്തെ തരൂ, ഞാൻ ഈ ലോകത്തെ തന്നെ കീഴടക്കി തരാം. കാരണം പ്രണയികൾക്ക് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നിമിഷമാണ്. ഒരു കൃഷ്ണനൊരു കംസനുണ്ടാകും, ഒരു മോസസിനൊരു ഫറോവ ഉണ്ടാകും, ഒരു മുഹമ്മദിനൊരു അബൂജാഹിൽ ഉണ്ടാകും എന്ന് പറയും. മദർ തെരേസ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തതല്ല, മനുഷ്യൻ്റെ ആത്മീയ ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം കൊണ്ടാണ് പിന്നെയും പിന്നെയും അവൻ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്, മറ്റുള്ളവനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട്, ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കീഴ്പ്പെടുത്തും തോറും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്ന അറിവാണ് സൂഫിസം. ഭൂമിയിലെ മനോഹരമായൊരു വാക്ക് സൂഫിസം എന്ന് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നത് അതാണ്. മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉള്ളിലെ നന്മകളെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ മനോഹരമായി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു വാക്ക്. നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അതിനൊക്കെ ഒപ്പം സൂഫിസം എന്ന് പറയുന്ന ഒരു നേരത്തെ തന്നെ പറഞ്ഞ സുന്ദരമായ ആ ഒരു അനുഭൂതിയെ മലയാളിക്ക് കുറേ കാലങ്ങളായി പരിചയപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരൻ, ഒരു സൂഫി, സിദ്ദിഖ് മുഹമ്മദ്. സിദ്ദിഖ്, സ്വാഗതം. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, സൂഫിസം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഓർമ്മയിൽ സിദ്ദിഖ് കൂടി തന്നെയാണ് എൻ്റെ സൂഫിസത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ശരിക്കും എന്താണ് സൂഫിസം? ഇതൊരു മതമാണോ, തത്വചിന്തയാണോ, അതോ ഒരു ആത്മീയ വഴിയാണോ, അതോ സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണോ? എന്താണ് സൂഫിസം? നല്ല ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ വന്ന ഒരു ആശയമുണ്ട്, സൂഫിസം എന്ന ഒരു അനുഭൂതി എന്നല്ലേ പറഞ്ഞു. ശരിക്കും സൂഫിസം ശരിക്കും ഒരു സാധകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ സൂഫി ദർശനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സൂഫിസം പൂർണ്ണമായ അനുഭൂതിയാണ്. നമ്മുടെ പുസ്തകം, ആദ്യത്തെ പുസ്തകം നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നത് സൂഫിസം അനുഭൂതിയും ആസ്വാദനവും എന്നാണ്. അതെ. ഈ അനുഭൂതി എന്നത് വളരെ ആത്മനിഷ്ഠമായ ഒന്നാണ്, വളരെ വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ടാണ് സൂഫിസത്തെക്കുറിച്ച് ഓഷോ പറയുന്നുണ്ട്, ശാസ്ത്രം വളരെ ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമാണ്. സൂഫിസം അല്ലെങ്കിൽ ആധ്യാത്മികത ഏതും അത് ആത്മനിഷ്ഠമാണ്. ഒരു മനുഷ്യൻ്റെ യാത്രയിൽ, അവൻ്റെ ജീവിത യാത്രയിൽ അവന് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. നേരത്തെ പറഞ്ഞ അറിവുകളുടെ, ശാസ്ത്രത്തിൻ്റെ, പല ബോധത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഏതോ ഒരു ഘട്ടത്തിൽ ജീവിതം ഇങ്ങനെ ഒരു ദൈവികതയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഒരു തിരിച്ചുപോക്കുണ്ട്. പെട്ടെന്നുള്ള ഒരു നിമിഷം കണ്ടെത്തുന്ന, സ്വയം കണ്ടെത്തുന്ന, സ്വയം അന്വേഷിക്കുന്ന, സ്വയം അറിയുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ അവനെ ഉള്ളിൽ പൂവിരിയുന്ന ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂഫിസം എന്ന് പറയുന്നത്. അത് ശരിക്കും ദൈവികമായ ഒരനുഭൂതിയാണ്. അല്ലെങ്കിൽ ആബ്സല്യൂട്ടായ പരമാർത്ഥമായ ഏതൊന്നാണോ അതിനെ തിരയുന്ന, അതിനെ അനുഭവിക്കുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൻ്റെ ഒരു പൂവിരിയലാണ് യഥാർത്ഥത്തിൽ സൂഫിസം. ഒരു ബുക്കുണ്ട്, മിസ്റ്റിക് റോസ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു പൂവിരിയൽ, മിസ്റ്റിക് റോസ് ആണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ അതങ്ങനെ ഉള്ളുന്നങ്ങ് നിറഞ്ഞു വിരിയേണ്ടതാണ്. ആ നിറഞ്ഞു വിരിയുന്ന അനുഭൂതിയിൽ സ്വയം അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സൂഫിസം. ഇത് പൂർണ്ണമായും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ കാൽപ്പനികമായ,
അതുകൊണ്ടാണ് ഇപ്പോൾ റൂമിയൊക്കെ ലോകത്ത് എത്രയോ മനുഷ്യരെ സ്വാധീനിക്കുന്നത് ഈ മിസ്റ്റിസിസത്തിലെ, നേരത്തെ പറഞ്ഞ ഈ സൂഫിസത്തിൻ്റെ അനുഭൂതിയെ കാൽപ്പനികമായി വളരെ കാവ്യാത്മകമായി പകർന്നു കൊടുത്തു. അങ്ങനെ കാൽപ്പനികമായും കാവ്യാത്മകമായും പകരാൻ കഴിയുന്ന ഒരു ആത്മനിഷ്ഠമായ സമ്പൂർണമായ ഒരു ദിവ്യാനുഭൂതിയാണ് സൂഫിസം എന്ന് പറയാം. ശരിക്കും സൂഫിസത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സൂഫി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സൂഫി എന്ന വാക്ക് പല വീക്ഷണങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പൂർണ്ണമായി സൂഫികൾ പറയുന്ന വീക്ഷണം എന്ന് പറഞ്ഞാൽ സഫ എന്ന് പറഞ്ഞൊരു അറബി വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം വിശുദ്ധി എന്ന, സംശുദ്ധി പ്രാപിച്ചവൻ, ആരാണോ തൻ്റെ ഹൃദയത്തെ സമ്പൂർണ്ണമായും സംശുദ്ധമാക്കിയത് എന്നാണ്. പിന്നെ ഒരു 7ഓളം വ്യത്യാസങ്ങളുണ്ട്. അതിലൊരു ഹീബ്രു വാക്ക് പറയാറുണ്ട്, എയിൻ സോഫ് എന്നാണ്. എയിൻ സോഫ് എന്ന് പറഞ്ഞാൽ പരമമായ ആത്യന്തികത, ഏറ്റവും ആത്യന്തികമായതെന്തോ അതിനെക്കുറിച്ച് അറിയുന്നതാണെന്നാണ്. അതുപോലെ നമ്മൾ അറിയുന്ന ഗ്രീക്ക് ഫിലോസഫിയുടെ വാക്കുന്ന സോഫിയ, ജ്ഞാനം എന്ന വാക്ക്, അതിൽ നിന്നാണ് വന്നതെന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ അറബിയിൽ സൂഫ് എന്ന വാക്കുണ്ട്, കമ്പിളി. ഒരു കാലത്ത് മനുഷ്യന് ഈ ഭൗതികതയിൽ ഇങ്ങനെ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് പിടിച്ചിട്ട് കുറച്ചുകൂടി എന്താണ്, മൃഗത്തിൻ്റെ വസ്ത്രമായ കമ്പിളി പോലെ അത്രയും നിഷ്കളങ്കവും പരിത്യാഗിയുമാകുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രവാചകൻ്റെ കാലത്ത് ഒരു പ്രവാചകൻ്റെ കൂടെ ജീവിച്ചിരുന്ന ധ്യാനികളും ആധ്യാത്മികരുമായിരുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ ഒരു മൂലയിൽ ജീവിച്ചിരുന്നു. അതിൻ്റെ അഹ്ലുസുഫ എന്ന് പറയും, അതെന്നാണെന്ന് അഭിപ്രായമുണ്ട്. ശരിക്കും ഇതിനകത്ത് ഇസ്ലാമിക് വിശ്വാസവുമായിട്ട് ബന്ധമുള്ളതാണ്. ശരിക്കും നമ്മൾ പറയുന്ന സൂഫിസം, സൂഫികൾ എന്ന് പറയുന്ന പരമമായ ആത്യന്തികതയെ അന്വേഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതാണ്. അതില്ലാതിരിക്കാൻ കഴിയില്ല. തിരിച്ചുപോക്കണം. ഏതൊരു മനുഷ്യനാണ് അവൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുന്നത്, അവരെല്ലാം സൂഫികളാണ്. അപ്പോൾ ആ സൂഫികൾ എല്ലാ കാലത്തുണ്ട്. അത് ഇസ്ലാമിക ധാരയിൽ അതിന് ശേഷം വന്നപ്പോൾ അതിന് സൂഫി എന്ന പേര് വന്നു, യോഗി എന്ന പേരുണ്ട്, മഹർഷി എന്ന പേരുണ്ട്, പല നാമങ്ങളും ഹസിദുകളുണ്ട്. എല്ലാ മതങ്ങളിലും ഉള്ളത് തന്നെയാണ്. ശരിക്കും നമ്മൾക്കിപ്പോൾ അദ്വൈതത്തിന്റെയും വേദാന്തത്തിന്റെയും അതിന്റെയൊക്കെ ഇതെങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഇസ്ലാമിക് വിശ്വാസത്തിനൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസവുമായിട്ടുള്ള അതൊന്ന് പറയാവോ? അതിലെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ സൂഫികൾ ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്നേഹത്തിലാണ്. അതിനാൽ സൂഫികൾ ഇഷ്ക് എന്ന് പറയും. ഇഷ്ക് എന്ന് പറഞ്ഞാൽ ആ ദിവ്യ പ്രണയമാണ്, ആ പരമപ്രണയം. ആ പരമപ്രണയത്തിൽ നിന്ന് ഇപ്പോൾ റൂമി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഉറവിടം അവിടെയാണ്. ഓരോ മനുഷ്യനും ആ പരമപ്രണയത്തിൽ നിന്ന് വേർപെട്ട് വന്നതാണ് ഈ ലോകത്തേക്ക്, ഓരോ മനുഷ്യാത്മാവും. അതുകൊണ്ടാണ് മനുഷ്യൻ ജനിച്ച് കുറച്ച് കഴിയുന്ന അവനിങ്ങനെ ഒരു ചിന്തിക്കാൻ തുടങ്ങുന്ന മനസ്സ് വരുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു തരം വിഷാദം, എന്തിനോ ഉള്ളൊരു കുറവ്, നഷ്ടബോധം, എന്തോ ഒരു മിസ്സിങ്. ആ മിസ്സിങ്ങിനെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പലതിനെയും പ്രണയിക്കുന്നത്, പലതിൻ്റെയും പിന്നാലെ പോകുന്നത്. കുട്ടികൾ കളിപ്പാട്ടം മുതൽ, സ്വാമി രാമതീർത്ഥം പറയുന്നുണ്ട്, കളിപ്പാട്ടം തേടുന്നത് മുതൽ, ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ച ആ കളിപ്പാട്ടം മുഴുവൻ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കുട്ടി അത് വലിച്ചെറിയും. അപ്പോൾ അതല്ല എന്ന് അവന് മനസ്സിലാവുകയാണ്. പിന്നെ ഇങ്ങനെ സുഹൃത്തുക്കളായി, കാമുകനും കാമുകിയായി, വിവാഹമായി, കുട്ടികളായി, പിന്നെ ജോലിയായി, അധികാരമായി, സ്ഥാനമാനങ്ങളായി, ഇങ്ങനെ പലതിനെ ഇങ്ങനെ നോക്കുകയാണ് മനുഷ്യൻ. ഓരോന്നിലെത്തുമ്പോൾ അവനെ അറിയുന്നു, നേതി എന്ന് പറയുന്നത് ഇതല്ല എന്നറിയാൻ. ആ അറിയുന്ന അറിവിലാണ് പിന്നെ അവൻ അന്വേഷിക്കുകയാണ്. അവിടെയാണ് റൂമി പറയുന്നത്, ഏതൊരു ഉറവയിൽ നിന്നാണ് വേർപെട്ടത്, പുല്ലാങ്കുഴൽ ഏതൊരു മുളങ്കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് വന്നതാണോ അതിൻ്റെ ആത്മവ്യതയാണ് അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകാൻ. അദ്വൈതത്തിലും പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് ആ പരമാത്മ സ്വരൂപത്തിൽ വന്ന് ജീവാത്മാവ്, ഈ ജീവാത്മാവിന് ആ പരമാത്മ സ്വരൂപത്തിൽ തന്നെ തിരിച്ചു പോകണം. അതാണ് വേദാന്തം, അദ്വൈത വേദാന്തം അങ്ങനെ തന്നെ കൃത്യമായി പറയുന്നത്. അത് തന്നെയാണ് സൂഫികളിൽ അതിന് വഹദത്തുൽ വുജൂദ് എന്ന് പറയും. ഏകത്വമാണ്, ഉണ്മയുടെ ഏകത്വം. അത് ഒന്നേ ഉള്ളൂ. ആ ഒന്നിൻ്റെ വെളിപ്പെടലാണ്. സൂഫികൾ അതിന് മൽഹർ എന്ന് പറയും, അല്ലെ തെജല്ലി എന്നൊക്കെ പറയും. ഇത് ഈ ലോകം അത്രയും അതിൻ്റെ ഒരു വെളിപ്പെടലാണ്. ഇപ്പോൾ വേദാന്തികൾ പറയുന്ന ഒരു തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ആ തീക്കൊള്ളി ചുറ്റുമ്പോൾ ആ വലയം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു വട്ടമാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വട്ടമില്ല, തീക്കൊള്ളി മാത്രമേ ഉള്ളൂ. ഈ പ്രാപഞ്ചികത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചലനമാണ്. അതിൻ്റെ ഏകതയിൽ, ആ നിശ്ചലതയിൽ, ആ പരമമായ അത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് സൂഫികളും പറയുന്നത്, ആത്യന്തികമായ അതിൻ്റെ ജ്ഞാനത്തിൽ. ഈ സ്വയം അറിയുക എന്നതിലേക്കുള്ളൊരു യാത്രയാണ്
ശരിക്കും സൂഫിസവും സൂഫിസം. എല്ലാത്തരം ആത്മീയ യാത്രകളും. ഇപ്പൊ സോക്രട്ടീസ് മുതൽ നോ തൈസെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് സോക്രട്ടീസ് തുടങ്ങുന്നത്. ഇത് തന്നെയാണ് എല്ലാ മനുഷ്യനും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇതൊന്നുമല്ല, പുറത്തൊന്നുമല്ല അറിയാനുള്ളത്, തന്നെ അറിയുന്നത്. സൂഫികൾ പറയുമ്പോൾ അറഫ നഫ്സുഹു ഫഖദ് അറഫ റബ്ബഹു എന്ന്. നീ നിന്റെ സ്വത്വത്തെ അറിഞ്ഞാൽ നീ ദൈവത്തെ അറിഞ്ഞു എന്നാണ്. ഈ സ്വത്വത്തെ അറിയുക എന്നത് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തോട്ടാണല്ലോ. നാരായണ ഗുരു പറയുന്നത് കണ്ണഞ്ചു മുള്ളടങ്ങി എന്ന് പറയേണ്ടത്. 5 കണ്ണും 5 ഇന്ദ്രിയങ്ങളും ഉള്ളടങ്ങുമ്പോൾ എന്നിട്ട് അറിവിലുമേറെ അറിയണം. ഈ പുറത്തറിഞ്ഞ അറിവൊന്നുമല്ല എന്നറിഞ്ഞ് ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് ആ നേരത്തെ പറഞ്ഞ ആ ആത്മനിഷ്ഠമായ ആ ദിവ്യാനുഭൂതി ഉള്ളിൽ നിറയുന്നത്. അവിടെയാണ് ഈ യാത്ര തുടങ്ങുന്നത്. സിദ്ദിഖിന്റെ യാത്ര അവിടെ എവിടെയെന്നാണ് തുടങ്ങിയത്? അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു സംഗീതജ്ഞൻ അവൻ ജനിക്കുമ്പം തന്നെ പാടാൻ അറിയുന്ന ഒരു സംഗീതം ഉള്ളിലുള്ളവന് അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അവന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ സംഗീതം. അപ്പോൾ ഒരു മഹാസംഗീതജ്ഞൻ ഏത് ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചു എന്നത് നമുക്ക് വിഷയമല്ല, അയാൾ പാടുന്നുണ്ടോ എന്നല്ല. എല്ലാ സർഗാത്മകതയും സർഗവൈഭവവും കലയും എഴുത്തും ഇതൊക്കെ രചനാ വൈഭവമൊക്കെ ജന്മസിദ്ധമാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ഈ ആധ്യാത്മികതയും അതുപോലെ തന്നെയാണ്. ആധ്യാത്മികത ജന്മസിദ്ധം എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ അതല്ലേ? ആണ്, എല്ലാ മനുഷ്യനും അതാണ്. പക്ഷെ എല്ലാ മനുഷ്യനിലും ഈ ഇതെല്ലാം ഉണ്ട്, ഇതിന്റെ സാധ്യതയുണ്ട്. ഈ സാധ്യത ഏത് സാധ്യതയാണോ അവനിൽ വിരിഞ്ഞു വന്നതെന്നുള്ള എല്ലാ ഒരു മനുഷ്യന് ചിത്രം വരയ്ക്കുന്നു, എല്ലാ മനുഷ്യനും ചിത്രത്തിന്റെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആധ്യാത്മികമായ അതിലേക്കുള്ള ഇപ്പം നമ്മൾ ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം 16 വയസ്സിൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതി തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 വയസ്സിലൊരു മനുഷ്യന് തീർക്കണമെങ്കിൽ എവിടുന്ന് പഠിക്കുന്നതാണ്? അതത്രയും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനും ഇപ്പോൾ യേശുദാസ് പാടുന്നത് എത്രയോ ഗുരുക്കന്മാരെടുത്ത് പോയി പഠിച്ചതല്ല, ജന്മസിദ്ധമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ 4 വയസ്സുള്ള കുട്ടികളൊക്കെ നമ്മൾ 70-കളിൽ 80-കളിലൊക്കെ ഉള്ള പാട്ട് എത്ര മനോഹരമായി, എത്ര ശുദ്ധിയിൽ അല്ലേ, എത്ര എന്താ പറയുക, അതിൻ്റെ ഭാവവും എല്ലാം ശ്രദ്ധിച്ച് പാടുന്ന എങ്ങനെയാണ് ആ ജന്മത്തിൽ അത് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ എല്ലാം ഇങ്ങനെ തന്നെ, അങ്ങനെ ജന്മസിദ്ധമായി ഉള്ള ആളുകൾ വേറെ ഏത് വഴിയിൽ പോയാലും അവസാനം അവിടെ തന്നെ എത്തും. അതുപോലെയാണ് എനിക്ക് എന്നെപ്പറ്റിയും തോന്നാറ്. പല വഴികളിൽ നമ്മൾ പലതിനെ തേടി പോയാലും ഒടുവിൽ ഇതല്ലാത്ത ഒന്ന് നമുക്ക് ആനന്ദമായോ നമുക്ക് ജീവിതമായോ നമുക്ക് അന്വേഷണമായോ ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് സൂഫിസമാണ് അതിൻ്റെ വഴി എന്ന് തിരിച്ചറിയുകയും അതിലേക്ക് ഇങ്ങനെ അണയുകയും ചെയ്യുന്നത്. ആദ്യമേ ഉള്ളതാണ്. ഞാൻ എൻ്റെ ഒരു 20-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ജലാലുദ്ദീൻ റൂമിയുടെ ആദ്യത്തെ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. അതൊരു 23-ാമത്തെ വയസ്സിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടം പഠിച്ചത് ഞാൻ ലോ പഠിക്കുന്ന കോഴിക്കോട് ലോ കോളേജിൽ ലോ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്. അവിടുത്തെ പ്രിൻസിപ്പൽ സത്യശീലൻ സാറാണ് ആ പുസ്തകം അന്ന് പ്രകാശനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ പഠനത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ ഈ അന്വേഷണവും ഈ എഴുത്തും ഈ വായനയും അന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഖലീൽ ജിബ്രാൻ, റൂമി, ഓഷോ, ഇതുപോലത്തെ മിസ്റ്റിക്കൽ, അതുപോലെ കൃഷ്ണമൂർത്തി, ജിദ്ദു കൃഷ്ണമൂർത്തി, ഗുരു നിത്യചൈതന്യതി, ഇതൊക്കെ ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ് ഏരിയ. അതിനെയൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നുന്നതും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഉള്ളിൽ എവിടെയോ അതുള്ളത് കൊണ്ടാണ് അത്ര. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ജിദ്ദു കൃഷ്ണമൂർത്തിയെ വായിച്ചപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളല്ല. കാരണം അദ്ദേഹത്തിന് അതിനോട് വായിച്ചിട്ട് താല്പര്യം തോന്നുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാവുകയോ ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ അത് വളരെ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് വലിയൊരു ഇതാണല്ലോ അറിയാനുള്ളത്, അറിഞ്ഞതിൽ നിന്നെല്ലാം മോചിതമാകുന്ന അറിവാണല്ലോ ഏറ്റവും വലിയ അറിവ് എന്ന ഒരു ഉള്ളറിവ് എവിടെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. ഈ നമ്മളിങ്ങനെയുള്ള അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പം അല്ലെങ്കിൽ അതൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക. അപ്പം അത് ശരിക്കും നമുക്കിപ്പോൾ ഞാൻ അഷിത നിത്യചൈതന്യതയെ കുറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറഞ്ഞൊരു വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട്. അവർ പറയുന്നത് സൂര്യൻ നമ്മളുടെ വീട്ടിൽ വന്ന് നമ്മുടെ ലിവിങ് റൂമിൽ വന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന പോലെയാണ് ഈ ഒരു തിരിച്ചറിയൽ, ആ ഒരു നിമിഷം. അപ്പം സൂഫിസത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് അത് ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവം? അതെ, ഇതിൽ ഈ ഗുരു നിത്യചൈതന്യതയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ശരിക്കും മലയാളി സമൂഹത്തിന് ഈ സൂഫിസത്തിൻ്റെ സൗന്ദര്യത്തെ ഇത്ര മനോഹരമായിട്ട് കൊടുത്തത്. അത് അദ്ദേഹത്തിന് റൂമി പറഞ്ഞ കഥകളിൻ്റെ ആദ്യ ഫസ്റ്റ് 3 എണ്ണമാണ്. മൂന്നാമത്തത് അഷിതയും കൂടി ചേർന്ന് എഴുതിയ. അതിൽ ആദ്യത്തതിൽ ഈ വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഏറ്റവും ഫസ്റ്റ് അധ്യായമാണ്. എല്ലാ മുസ്ലിങ്ങളും അത്രയും അറിയുന്ന അധ്യായമാണ്.
പക്ഷെ അതിൻ്റെ ഒരു പരിഭാഷയുണ്ട്, ഗുരു നിത്യചൈതന്യത്തിൻ്റെ പരിഭാഷ. എത്ര മനോഹരം! അത് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഞാനത് വായിച്ചിട്ടാണ് ശരിക്കും ആദ്യമായി നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം ഖുർആനിൽ സിദ്ദിഖ് വന്നതിന് ശേഷമാണ് ഞാനത് വായിക്കുന്നത്, പരിചയപ്പെട്ടത്. അപ്പോൾ അത്ര മനോഹരം. അത് എനിക്ക് തോന്നുന്നു 98-ലോ 99-ലോ മറ്റാണ് ആ പുസ്തകം ഇറങ്ങിയത് ആ കാലത്ത്. അപ്പോൾ അത്ര മനോഹരമായിട്ട് ഇതിനെ ഇങ്ങനെ ഇത്രയും ആധ്യാത്മികമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട് എന്നത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു അകമുള്ള ഗുരുവിനെ അത് അറിയാൻ പറ്റുമോ? ഞാൻ മലയാളത്തിലോ മുസ്ലിങ്ങൾ എഴുതിയ പുസ്തകങ്ങളിലൊന്നും ഖുർആനിൻ്റെ ഉൾപ്പൊരുളിനെ ഇത്രയും സൗന്ദര്യാത്മകമായി, ഇത്ര സംഗീതാത്മകമായി, ഇത്ര താളനിബദ്ധമായിട്ട് ഉള്ളറിയുന്ന രീതിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഗുരു കേരളത്തിൽ ഒരുപാട് മനുഷ്യരിലേക്ക് ഈ സൂഫിസത്തിൻ്റെ സൗന്ദര്യത്തെ അനുഭവിപ്പിച്ച ആളാണ്. അത് അഷിത പറഞ്ഞ പോലെ എങ്ങനെ. അപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ചെറുപ്പം മുതൽ എൻ്റെ പിതാവ് എന്നെ കോഴിക്കോട് ആ കാലത്ത് ജീവിച്ച ഒരു ഗുരു ഉണ്ടായിരുന്നു, സി എം മടവൂർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. വളരെ ചെറുപ്പകാലത്ത് ഒരു 4 വയസ്സ് 5 വയസ്സ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ നമ്മളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പലപ്പോഴും സൂഫികളെ നമ്മൾ പറയാറുള്ള ഒരു ഈ സുഹബത്ത് എന്നാണ് ഇത് പറയുക. സുഹബത്ത് എന്ന് പറഞ്ഞാൽ സാമീപ്യമാണ്. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ സാമീപ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഊർജ പ്രസരണമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്. അതിൻ്റെ ഒരു ഊർജത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അത്രയും ചെറുപ്പത്തിലെ സ്നേഹത്തിൻ്റെ തന്നെയല്ലേ. പിന്നെ സ്നേഹത്തിൻ്റെതും ആധ്യാത്മികത രണ്ടും. ഒരു ഇഷ്ക് എന്ന് പറയും, ഇഷ്ക് മാരിഫത്ത് എന്നാണ് സൂഫികൾ പറയുക. ഒന്ന് പ്രണയമാണ്, ആ ദിവ്യ പ്രണയമാണ്. രണ്ടാമത്തേത് ആത്മജ്ഞാനത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ഈ ജ്ഞാനം എന്നതൊരു വലിയ ശക്തിയാണല്ലോ, അതാണ് ആധ്യാത്മിക ശക്തി. ഇപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്ത് നമ്മൾ ഈ ഗുരുക്കന്മാരുടെ സ്ഥലങ്ങളിൽ പോയാൽ, ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ചെമ്പഴന്തി, അതുപോലെ കുന്നുംപാറ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെറുതെ ഒരു സന്ധ്യാസമയത്ത് ആ കുന്നിൻ മുകളിലിരുന്ന് ആ സമുദ്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിനകത്ത് നാരായണ ഗുരു തപസ്സിരുന്ന ഇടത്തിനടുത്ത് ഇപ്പോഴും നമുക്ക് അതിൻ്റെ എന്തോ ഒരു അനുഭൂതി കിട്ടുന്നുണ്ട്. അതൊരു ഊർജത്തിൻ്റെ ശക്തിയാണ്. ആ ഊർജ്ജശക്തി പലയിടങ്ങളിലുണ്ടാവും. ഗുരുക്കന്മാരിരുന്ന സ്ഥലങ്ങളിലും ഗുരുക്കന്മാർ കടന്നുപോയ വഴികളിലൊക്കെ അത് റിസീവ് ചെയ്യാൻ കഴിയുന്നവർക്ക് അതുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ഇതിലേക്ക് വന്നത്. പിന്നീട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവം അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഒരു നമ്മൾ പറയുമല്ലോ ചില മൊമെന്റ്സ്, നമ്മൾ മനോഹരമായ ഒരു എന്താ പറയുന്നത്, പൂവിടല് അല്ലെങ്കിൽ ഉറപൊട്ടല്, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ സിദ്ദിഖിന് ഉണ്ടോ? അത്തരം പല അനുഭവങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ ഒരുപാട് ഗുരുക്കന്മാർ വീട്ടിൽ വരികയും അവരുടെ കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ വളരെ ചെറിയ പ്രായം മുതൽ ഒരു 6-7 വയസ്സിലൊക്കെ അന്നൊരു സൽമാൻ ബാബ എന്ന് പറഞ്ഞ ഗുരു ഇന്നും ജീവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഏർവാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇപ്പോൾ രാത്രികളിലൊക്കെ കൂടെ ഇങ്ങനെ പോകും. അന്ന് ഈ സൂഫി ദർഗകളിലാണ്. ഈ ദർഗകളിൽ ധാരാളം ഉണ്ടോ? പിന്നെ തമിഴ്നാട് ഈ ഭാഗത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഈ ഭാഗത്ത് തന്നെ ഇപ്പം നമുക്ക് പിന്നെ ഭീമാപ്പള്ളി മുതൽ കേരളത്തിൽ തന്നെ ഭീമാപ്പള്ളി വലിയൊരു ഇതാണ്. അതുപോലെ തക്കല പീർ മുഹമ്മദ് വലി എന്ന് വലിയൊരു സൂഫിയുണ്ട്. ആ സൂഫിയുടെ ഗ്രന്ഥമുണ്ട് ജ്ഞാനപ്പുകഴ്ച എന്ന് പറഞ്ഞിട്ട്. അതിൽ 10,000-ഓളം ഈരടികളുള്ള തമിഴ് സൂഫി ജ്ഞാന ഗ്രന്ഥമാണ്. അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലം ഈ തക്കല പീർ മുഹമ്മദ് വലി നമ്മൾ കുന്നുംപാറ ഗുരു ഇരുന്നെന്ന് പറഞ്ഞ പോലെ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഇടങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലാ ഇടങ്ങളിലും ഈ സൂഫികൾ ഇങ്ങനെ വളരെ നിശബ്ദമായി മൗനമായി ഹൃദയങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. അവർ മരിച്ചു കഴിഞ്ഞാലും ആ ഇടങ്ങളിൽ ഇങ്ങനെ അതിൻ്റെ സാമീപ്യവും അതിൻ്റെ ഒരു സൗരഭ്യവും അതിങ്ങനെ കാലങ്ങൾക്കപ്പുറത്തും കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഞാനത് ചോദിക്കാനിരുന്നാണ്. ഈ സൂഫിസത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കൽബ് അല്ലെങ്കിൽ ഹൃദയം, അതാണ് അറിവിനെക്കാട്ടിയും പ്രധാനം എന്നുള്ളത്. അപ്പോൾ അത് തലച്ചോറിനെക്കാട്ടിയും പ്രധാനം എന്നുള്ളതായിരിക്കും. അതിൻ്റെ ആ ഹൃദയത്തിൻ്റെ ശരിക്കുള്ള സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതെന്താണ് ശരിക്കും സൂഫിസത്തിൽ? ശരിക്ക് അതിൽ ഈ കൽബ് എന്ന് പറയുന്നത് സൂഫികൾ പറയുന്നത് ശരിക്ക് മസ്തിഷ്കത്തുനിന്ന് വ്യത്യസ്തം. നമ്മുടെ ചിന്തയുടെ കേന്ദ്രമെല്ലാം മസ്തിഷ്കമാണല്ലോ. ഹൃദയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മാവുമായി ചേർന്നിട്ട് അതൊരു ശുദ്ധിയുടെ ഒരു ഇടമായിട്ടാണ് പറയുക. അത് ഭാരതീയ ദർശനത്തിലും ഗുരുക്കന്മാരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളെപ്പോഴും വികാരങ്ങൾ അറിയുന്നത്, അനുഭവിക്കുന്നപ്പോൾ നമ്മുടെ ഫീൽ അവിടെയാണല്ലോ. ഹൃദയം എന്ന ഒരു മാംസപിണ്ഡത്തെ അല്ല പറയണത്, അതിനകത്തിരിക്കുന്ന ഒരു സൂക്ഷ്മ തലത്തെ സൂഫികൾ അതൊരു പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പം അത് എപ്പോഴും സ്നേഹത്തിൻ്റെ
കേന്ദ്രമാണ്, അനുഭവത്തിൻ്റെ ഇടമാണ്. നേരത്തെ പറഞ്ഞ ആത്മാനുഭവത്തിന്, ആത്മനിഷ്ഠമായ അനുഭവത്തിൻ്റെ ഒരിടം നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഹൃദയത്തിൽ. അതുകൊണ്ട് സൂഫികൾ പറയും ഖൽബുൽ മുഅ്മിനി അർഷുല്ലാഹ് എന്ന് പറയും. ദൈവത്തിൻ്റെ സിംഹാസനം ബോധപ്രാപ്തനായ മനുഷ്യൻ്റെ ഹൃദയമാണെന്നാണ്. ബോധം നമുക്ക് കിട്ടുമ്പോഴേ അതാണ്, ആ ഹൃദയത്തിലാണ് അതിൻ്റെ സിംഹാസനം. അപ്പോൾ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടത്. തസ്കിയത്ത് എന്ന് പറയും, അതായത് സംസ്കരണമാണ്. അപ്പം നമ്മൾ മനുഷ്യനെ ഏറ്റവും അസംസ്കൃതനായ അപരിഷ്കൃതനായ മനുഷ്യനെ സംസ്കരിച്ചു വിദ്യാഭ്യാസം കൊണ്ട്, പല ഘട്ടങ്ങളിലൂടെ, ശാസ്ത്രം കൊണ്ട്, ശാസ്ത്രബോധം കൊണ്ട്, യുക്തിബോധം കൊണ്ടാണല്ലോ നമ്മൾ സംസ്കാരത്തിലേക്ക് എത്തുന്നത്. ഈ സംസ്കാരത്തിൽ നിന്ന് സംസ്കരണത്തിലേക്ക് വളരണമെന്നാണ് സൂഫികൾ പറയുക. അവിടെയാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ അത് നിറയുമ്പോഴാണ് ഒരു നമ്മൾ അതിലൊരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരാൾ ശില്പങ്ങളെ കണ്ടിട്ട് പറയാം, എന്തൊരു വൃത്തികെട്ട ശില്പം ഇത് എന്ന് പറയാം. അയാൾ പറയാം ശില്പി ഭയങ്കര ആളാണ്, അയാൾക്ക് സമ്മതിച്ചു, ശില്പിയെ സമ്മതിച്ചു. പക്ഷേ അയാൾ ഉണ്ടാക്കി ഈ ശില്പം എങ്ങനെ, ഈ ശില്പത്തിനൊരു കുഴപ്പമില്ലല്ലോ, യഥാർത്ഥത്തിൽ അത് ശില്പിയാണല്ലോ പരിഹസിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ഒരു മനുഷ്യനെയും നമുക്ക് ഇകഴ്ത്താനോ താഴ്ത്താനോ കഴിയില്ല. ഇതെല്ലാം ആ മഹാശില്പിയുടെ ശില്പങ്ങളാണ്. ആ ശില്പം ഒന്നിനും കുഴപ്പമില്ല, അതെല്ലാം അതിൻ്റെതായത്, അത് അതുല്യമാണ്, യുണീക്കാണ് എന്ന് അറിയുകയും എല്ലാത്തിനോടും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുകയും ഏറ്റവും റൂമി പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവൻ എന്ന് വിചാരിക്കുന്നവൻ്റെ മുന്നിൽ എപ്പോഴാണോ നിങ്ങൾക്ക് തല താഴ്ത്താൻ പറ്റുന്നത് അപ്പോഴേ നീ ഒരു സൂഫിയാവുന്നുള്ളൂ, ഒരു ആധ്യാത്മികനാവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ അഹംബോധം, അഹങ്കാരം, നഫ്സ് എന്നൊക്കെ നഫ്സല്ലേ, അതിനെ നമുക്ക് അതിനെ കടന്നു പോകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖൽബ് ഉണരുന്നത്. യഥാർത്ഥത്തിൽ സൂഫിസത്തിൻ്റെ ഏറ്റവും വലിയ സാധനാ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹംബോധത്തെ നിഷ്കാസനം ചെയ്യാന്നുള്ളത്. അത് വളരെ പ്രയാസമാണ്. കാരണം അഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സെപ്പോഴും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ മനസ്സിൻ്റെ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ്, ഇതാണ് ഒരു ഗുരു ചെയ്യുന്നത്. നമുക്ക് സ്വയം അറിയാൻ പറ്റാത്തടത്ത് ഗുരു എന്ത് ചെയ്യും, ഗുരുവിന് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ സ്ഥലത്താണ് കുടുങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നവനാണ് ഗുരു. എന്നിട്ട് അവിടെ തിരിച്ച് കൊടുക്കുന്നത്. അവിടെ ആ അഹത്തെ, ആ നഫ്സിന് 7 ഘട്ടങ്ങളുണ്ടെന്ന് സൂഫികൾ പറയും. ആ 7 ഘട്ടങ്ങളിൽ ഒരു 4ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഖൽബ് എന്ന് പറയുന്ന ഹൃദയ തലം ഉണ്ടാകുന്നത്. നഫ്സുൻ സക്കിയ, നഫ്സുൻ പോലെ തന്നെയാണ് 7 ചക്രങ്ങൾ, 7 ലതായിഫ് എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം ഹൃദയത്തിൽ വരുമ്പോഴാണല്ലോ. അതെ, അനാഹത. അപ്പോൾ ആ ചക്രത്തിൽ, ആ 4ാമത്തെ ചക്രത്തിൽ വരുമ്പോഴാണ് ഇത് ശുദ്ധീകരിക്കുന്നത്. അതേ സ്ഥലം തന്നെയാണ് നഫ്സുൻ മുത്മഇന്ന എന്ന് പറയുന്നത്. അവിടെ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്, അവിടെയാണ് സംസ്കരിക്കേണ്ടത്. ഈ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ ഈ തസവുഫ് എന്നാണ് സൂഫിസത്തിന് അറിയുക. തസവുഫ് എന്ന് പറഞ്ഞാൽ ആത്മസംസ്കരണം എന്ന് തന്നെയാണ്. ആത്മത്തെ സംസ്കരിക്കുന്നതാണ്, അവനവനെ മെച്ചപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യരായി. അത് ആത്മത്തെ സംസ്കരിച്ചവനാണ് സൂഫി. പിന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന്, ഇതിലൊരു വിഷയമുള്ളത്, ഒരാൾ നല്ലവനാവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നല്ലവനാകുന്നു, അവൻ ചാരിറ്റി ചെയ്യുന്നവനാകുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ഇത് നമ്മൾ അതിൻ്റെ ഏറ്റവും ബാഹ്യതലാണ്. ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നത് അവൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. സൂഫി എന്നയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സംസ്കരണം മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൈവികതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണോ താൻ ജനിച്ചതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി. അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു സാമൂഹിക ഘട്ടമാണ്. അങ്ങനെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ മുന്നേറുന്നവൻ തീർച്ചയായിട്ടും ഏറ്റവും നല്ലവനായിരിക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കപ്പെടുക, ഇന്നത്തെ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആത്മീയ ദാരിദ്ര്യം എന്നോ അല്ലെങ്കിൽ ആത്മീയ രോഗം എന്നോ എന്ന് പറയുന്ന ഒരു വലിയ കുടിയുദ്ധങ്ങള്, അതുപോലെ തന്നെ വൈരാഗ്യങ്ങള്, വർഗീയതയുടേതായ എവിടെയും ആരെന്നല്ല. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു മറുപടി സൂഫിസത്തിൽ കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. മദർ തെരേസ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തതല്ല, മനുഷ്യൻ്റെ ആത്മീയ ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം കൊണ്ടാണ് പിന്നെയും അവൻ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്, മറ്റുള്ളവനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട്, ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കീഴ്പ്പെടുത്തും തോറും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്ന അറിവാണ് സൂഫിസം. യഥാർത്ഥത്തിൽ നമ്മളൊരാളെ ഇല്ലാതാക്കുമ്പോൾ ആ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ആള് തന്നെയാണ് ഇല്ലാതാകുന്നത്. ഞാനല്ലാത്ത ഒന്നില്ല. ഞാൻ നിന്നെ കൊല്ലുമ്പോൾ ഞാൻ കൊല്ലുന്നത് എന്നെ തന്നെയാണ് എന്നൊരറിവുണ്ടല്ലോ. തത്വമസിയുടെ ഒരു അറിവിലേക്കാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് താനാണ് പൊരുളെന്ന് അറിയുമ്പോൾ നീയും അത് തന്നെ എന്നറിയുന്ന പൊരുൾ ഉള്ളിൽ നിറയുമ്പോഴാണ് ഈ ശത്രുതകൾ ഇല്ലാതാവുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിഭജനങ്ങളാണ്, മതങ്ങളാണെങ്കിലും രാഷ്ട്രങ്ങളാണെങ്കിലും. അത് ഭൗതികമായി അനിവാര്യമാണെങ്കിലും അനിവാര്യതയോടൊപ്പം ആ വിഭജനങ്ങളെ വലുതാക്കുകയും അതിലൂടെ രാഷ്ട്രീയമായി
മതപരമായി സാമ്പത്തികമായി ഇതിനെ മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത. മനുഷ്യൻ നേരത്തെ പറഞ്ഞ ഈ നഫ്സിൻ്റെ രീതി അതാണ്. ഈ നഫ്സിനോട് അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെല്ലാം ഈ വിജയം എന്ന് പറയുന്ന പലതും തോൽവികളാണെന്ന്. കാരണം അശോകൻ ആ കലിംഗ യുദ്ധത്തിൽ ഇത്രയും മനുഷ്യരെ കൊന്ന് ആ സമയത്ത് വരികയാണല്ലോ, എന്താണ് ഇത്രയും വലിയ പരാജയമായി പോയല്ലോ ഞാൻ എന്ന് അറിഞ്ഞിട്ടാണല്ലോ ബുദ്ധൻ്റെ ശിഷ്യനാകുന്നത്. ആ അറിവ് ഇത്ര കാലം കഴിഞ്ഞിട്ടും മനുഷ്യർക്ക് ഉണ്ടാവുന്നില്ല. പിന്നെയും കൊന്നുകൊണ്ടേയിരിക്കുന്നു. കൊല്ലുകയും തോൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് താൻ ജയിക്കുന്നതെന്ന് വിചാരിക്കും. ആരാണ് ജയിക്കുന്നത്? ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ഒരുപാട് മനുഷ്യർ തോൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവികതയിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും ഇതിനുള്ളൊരു മറുപടിയായി പറയുന്നത് സ്നേഹവും സത്യവും കരുണയും ഒക്കെയാണ്. പക്ഷേ സൂഫിസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനകത്തൊരു പ്രണയം എന്നുള്ളതിനാണ് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ്. അതെന്താണ് ഇപ്പൊ റൂമിയുടെ ആണെങ്കിലും ഒക്കെ പ്രണയത്തിൽ കൂടി മനുഷ്യനെ നവീകരിക്കാൻ അല്ലെങ്കിൽ പുതുക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം അതെന്താണ് ശരിക്കും? ഇപ്പം സിദ്ദിഖിന്റെ പുസ്തകങ്ങൾ, ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഈ പുസ്തകം നമ്മൾ ഒരുമിച്ച് പ്രകാശന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ വായിക്കുമ്പോഴെല്ലാം ഒരു പ്രണയമാണ് പറയുന്നത്. അപ്പൊ അത് ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മനുഷ്യപ്രണയമാണോ? അതെന്താണ്? അതൊന്ന് വിശദീകരിക്കുക. ഈ സൂഫികൾ അതിനെ ഇഷ്ക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇഷ്ക് എന്ന വാക്ക് തന്നെ സാമാന്യ പ്രണയത്തിന് ഉപരിയാവുക എന്നുള്ളതാണ്. ദൈവിക അതിന് ഇഷ്കെ മജാസി എന്നും ഇഷ്കെ ഇലാഹി എന്നും പറയും. ഇഷ്കെ മജാസി എന്ന് പറഞ്ഞാൽ സാമാന്യ പ്രണയമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാമനകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു വാഞ്ച പൂർത്തിയാക്കുക, അതാണ് യഥാർത്ഥത്തിൽ സാമാന്യ പ്രണയം. ഇഷ്കെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദിവ്യ പ്രണയമാണ്. ഈ ദിവ്യപ്രണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജന്മം കൊണ്ടത് ഏതൊന്നിനാണോ അതിലേക്ക് നടക്കുന്നതാണ്. അതിന് മുന്നിൽ ബാക്കിയുള്ള എല്ലാം ഇല്ലാതാകുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷ പ്രണയമാണെങ്കിൽ അതിൻ്റെ അകത്തും സ്വയം ഇല്ലാതാകുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. അതുകൊണ്ട് ആ അനുഭവം തന്നെ എന്താണ്, അവനെ സംബന്ധിച്ച് ഇല്ലായ്മ അനുഭവിക്കാനാണ്. ആ ഇല്ലായ്മയെ പൂർണ്ണമായും അനുഭവിക്കുന്ന അവസ്ഥ ആ ദൈവികതയിൽ മാത്രമാണ്. അത് ഉദാഹരണം ഈ സൂഫികൾ എപ്പോഴും പറയും, ഈ പ്രണയത്തിൽ സമർപ്പണം എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ ഈ നഫ്സില്ലാതാകണം, നമ്മൾ സമർപ്പിക്കണം. നമ്മൾ ഭയമല്ല, ദൈവഭയത്തിൽ പോലും താൽക്കാലികമായേ നിൽക്കുള്ളൂ. ആ ഭയം അങ്ങ് മാറുന്ന നിമിഷം എന്താവും, വീണ്ടും. പക്ഷെ പ്രണയത്തിൽ എന്ന് പറഞ്ഞ സോക്രട്ടീസ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രണയികളുടെ ഒരു സൈന്യത്തെ തരൂ, ഞാൻ ഈ ലോകത്തെ തന്നെ കീഴടക്കി തരാം. കാരണം പ്രണയികൾക്ക് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നിമിഷമാണ്. അത്രയും ശക്തിയാണ് ഈ പ്രണയത്തിന്. അപ്പോൾ ആ പ്രണയം തന്നെയാണ് ദൈവികത എന്നത്. നമ്മുടെ ഈ മിസ്റ്റിക് റോസിൽ പറയുന്നുണ്ട്, ഈ പ്രണയത്തെ പ്രണയിക്കുന്നതിനെയാണ് നാം പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രാപഞ്ചികത എത്രയും ആ പ്രണയമാണ്. ഈ സൂഫികൾ പറയുന്നത് ആ പരമ പ്രണയം തന്നെ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യൻ എന്ന മൈക്രോകോസം, ഈ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ പ്രപഞ്ചമായ മനുഷ്യൻ, ഈ മനുഷ്യനിലൂടെ ആ ദൈവികത സ്വയം അനുഭവിക്കുകയാണ്, സ്വയം പ്രണയിക്കപ്പെടുകയും പ്രണയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രാപഞ്ചികതയെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണന്റെ ഈ മഹാലീല പറയുന്നത്. അതെ, അതിപ്പോ ഹിന്ദു ഇതിനകത്തും പറയുന്നത് അതാണല്ലോ. ഇതെല്ലാം കണ്ടൊരു മായ കണ്ട് മായയിലാണ് എന്താണ് രസിക്കുകയാണെന്നല്ലേ പറയുന്നത്. മായയിലിരുന്ന് ആ രസിക്കുന്നതെല്ലാം ഇതിനു വേണ്ടിയിട്ട്. ആ രസത്തെ മുഴുവൻ അനുഭവിക്കുന്നത് ആരാണ്? ആ പരമപൊരുള് തന്നെ. അതെ, പരമപൊരുള് പല തലങ്ങളിൽ പലതരത്തിലുള്ള നാടകങ്ങൾ കളിച്ച് രസിക്കുകയാണ്. അത് ഓരോ ജീവിയിലൂടെയും അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ആ ബാക്കിയെല്ലാം അതിന്റെ വെളിപ്പെടൽ മാത്രമാണ്, മൽഹർ മാത്രമാണ്. അത് തന്നെയാണ് അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രണയം. ഈ പ്രണയത്തിലൂടെയാണ് നമ്മളും അനുഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് പ്രണയത്തിനായിട്ടുള്ള എന്തിനോ ഒരു കുറവ് വരികയും അതിൻ്റെ ദാഹത്തിന് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ പോവുകയാണല്ലോ, പലതിനെയും പ്രണയിച്ച് നോക്കുകയാണ്. പക്ഷേ ഏതേത് റൂമി പറയുന്നുണ്ട്, നിങ്ങൾ യഥാർത്ഥ അന്വേഷിക്കുക, യഥാർത്ഥ അനുരാഗിയാണെങ്കിൽ ഏതേത് പ്രണയത്തിലൂടെ കടന്നു പോയാലും ഒടുവിൽ ആ പരമപ്രണയത്തിൽ എത്തുക തന്നെ ചെയ്യും. ആ പരമപ്രണയത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക ഇടങ്ങൾ മാത്രമാണ് മറ്റു പ്രണയങ്ങൾ. ആ പ്രണയത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാവും ഇതല്ല എന്ന് മനസ്സിലാവും. ഓഷോ ഒരുപാട് അത് വളരെ ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് ഈ സ്ഥലത്തെ ഇപ്പോൾ സൂഫിസത്തെ തന്നെ സൂഫി ഇതിൻ്റെ പൊരുളിനെ വളരെ മനോഹരമായിട്ട് വളരെ ജ്ഞാനപൂർണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മതവും ദേശീയതയും ഭാഷയും എല്ലാം കടന്നു ചെല്ലുന്ന ഒരിടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആചാര്യന്മാരും അല്ലെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളും സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ശരിക്കും അതിനകത്ത് ഇപ്പം കരുണ, നർമ്മം, അങ്ങനെ പല 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 കാര്യങ്ങൾ ഉണ്ടല്ലോ.
അപ്പം ഇതെല്ലാം ശരിക്കും ഇപ്പം നമ്മുടെ ഒരു പുതിയ ആധുനിക കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സംഘർഷങ്ങൾക്ക് ഇടപെട്ട് ഒരുപാട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് ഒരു വല്ലാത്ത ക്രൈസിസിൽ കൂടി കടന്നു പോകുന്ന കാലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും സൂഫിസത്തിൻ്റെ തുടക്കം എവിടെയായിരിക്കും? സൂഫിസത്തിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ഈ പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം 4 ഖലീഫമാരുണ്ടായി. ഈ ഖലീഫ അതൊക്കെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു ഗുരു ഉണ്ടാവുന്നു. ഇതുപോലെ തന്നെ ഗുരു ഉണ്ടാകുന്നു, ഗുരുവിനൊരു ഒരുപാട് ശിഷ്യരുണ്ടാവുന്നു. അതൊരു കൂട്ടമാവുകയും ഒരു രാജ്യമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അധികാര സ്ഥാനങ്ങൾ ഉണ്ടാവും. ഈ അധികാരത്തിലെത്തുന്ന ആളുകളുണ്ടാവും. പിന്നെ ഈ അധികാരവും രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ അവിടെ നഫ്സാണ് പിന്നെ കളിക്കുന്നത്. പിന്നെ അധികാരമായി, തർക്കങ്ങളായി, കൊലകളായി, പിന്നെ പിടികളായി, മറ്റ് രാജ്യങ്ങളെ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളായി, ഈ ഒരു ആധിപത്യത്തിനുള്ള വലിയ ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾക്കിടയിൽ ഈ പ്രവാചകൻ്റെ യഥാർത്ഥ ആധ്യാത്മബോധമുള്ള ശിഷ്യർ, ആ ശിഷ്യരാണ് പിന്നീട് ഇങ്ങനെ ഹസൻ ബസരിയെ പോലെ അടുത്ത കാലഘട്ടത്തിൽ ഈ ഖലീഫമാർക്കൊക്കെ ശേഷം 4, 5, 6 ഖലീഫമാരുണ്ടായി. അതിലൊക്കെ ഒരുപാട് രക്തപങ്കിലമായ ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയം എന്തൊക്കെയാണോ ഏതൊക്കെ ഇടത്താണോ ഉള്ളത് അതൊക്കെ അവിടെയും കാണാം. അവിടെ നിന്നാണ് ഈ സൂഫികളുടെ ഒരു കൂട്ടം, അതൊരു മൂവ്മെൻറ്റ് പോലെ ആയി മാറുന്നത്. എന്താണ് ഈ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുകയും കീഴടക്കുകയും അവിടുന്ന് സ്വത്തുക്കൾ കൊണ്ടുവരികയും ആളുകൾ ഇതിൽ ഇങ്ങനെ അഭിരമിക്കുകയും ചെയ്യുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ, ഇതേ അല്ല. നിങ്ങൾ ഇതിന്നൊക്കെ മുക്തമായിട്ട് എന്താണോ തൻ്റെ ജന്മരഹസ്യം അതിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരു പഠിപ്പിച്ചത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, നാരായണ ഗുരു ആയാലും ഇപ്പോൾ ഈ കാലത്ത് അടുത്ത കാലത്ത് ജീവിച്ച ഗുരുക്കന്മാരൊക്കെ പിന്നീട് വലിയ സ്ഥാപനങ്ങളായി മാറി, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളായി മാറിയ പിന്നെ അധികാരവും പണവും അതിൻ്റെ അവിടെ ഗുരുവിൻ്റെ ജ്ഞാനത്തെയോ ആ ബോധത്തെയോ നമ്മൾ കാണില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഈ ജ്ഞാനബോധം സിദ്ധിച്ച ആളുകൾ, അവരിൽ നിന്നാണ് പിന്നീട് സൂഫിസം. അവരിങ്ങനെ ഇതല്ല എന്നും ഈ രീതിയെ അല്ല എന്നും ഈ അതിക്രമങ്ങളോ രാഷ്ട്രീയമോ ഇതൊന്നല്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സമ്പൂർണ്ണമായ ഒരു ആധ്യാത്മ രഹസ്യം ഉണ്ടെന്നും അതിലേക്കാണ് തിരിയേണ്ടതെന്നും പഠിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് സൂഫിസം ഇങ്ങനെ ഒരു വ്യവസ്ഥാപിത രീതിയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഈ സൂഫിസത്തിനകത്ത് നൃത്തം, സംഗീതം, കല അതെല്ലാം കൂടെ ഉള്ളൊരു മേളനം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റൂമിയിലാണെങ്കിലും പിന്നെ ഹാഫിസ് അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ. അപ്പോൾ അതെല്ലാം ശരി, അതെന്താണ് അതിൻ്റെ ഒരു സത്തയിൽ ഈ മനുഷ്യൻ്റെ ഈ കലകളും സാഹിത്യവും സംഗീതവും നൃത്തവും ഒക്കെ ഉണ്ടോ? പിന്നെ അത് പ്രവാചകൻ തന്നെ ഈ കാലത്ത് പ്രവാചകനിൽ വന്ന ആളുകൾ സംഗീതം പാടുന്നവരെയും അതോടുകൂടെ ഈ കവിത ചൊല്ലുന്നവരുടെയും ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിന് ശേഷം പിന്നീട് ഈ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരുമാണ്. ഓഷോ പറയുന്നുണ്ട്, പ്രീസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻസ് മാഫിയ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ മാഫിയയാണ്. അപ്പോൾ ഇവരെ പിന്നീട് എടുക്കുമ്പോൾ അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇതിനെ പലപ്പോഴും ഈ കലയും സംഗീതവും സാഹിത്യമൊക്കെ ഉള്ള മനുഷ്യർ ഇപ്പോഴും നന്മയുള്ള മനുഷ്യരാകും. ഇത്തരം മനുഷ്യരല്ല അവർക്ക് ആവശ്യം. അവർക്ക് യോദ്ധാക്കളെയും ഈ വളരെ കേവല ഭൗതികരായ അതിക്രമികളായ മനുഷ്യരെയാണ് അവർക്ക് തീർക്കേണ്ടത്, യോദ്ധാക്കളെയാണ് തീർക്കേണ്ടത്. കാരണം ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും തയ്യാറാകുന്ന അതിനെ മതം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. അവിടെ നിന്നാണ് ഈ വിഭാഗം മാറുന്നത്. അവർ പിന്നെ കുറച്ചുകൂടി ഒരു പേർഷ്യൻ സംസ്കാരത്തോട് ചേർന്നു. ഈ അറബി സംസ്കാരത്തിൽ നിന്ന് പിന്നീട് സൂഫികൾ വരുന്ന പേർഷ്യൻ സംസ്കാരം, നമ്മൾ പറയുന്ന ഹാഫിസ്, അത്താർ, റൂമി, ഇതെല്ലാം പേർഷ്യൻ സംസ്കൃതിയിലേക്കാണ്. പേർഷ്യൻ സംസ്കൃതി പറഞ്ഞാൽ ആദ്യം മുതലേ അത്രയും വളരെ എന്താ പറയുക കാൽപ്പനികതയും സൗന്ദര്യവും ഒക്കെ ഉള്ളതാണ്. ഒരു ഭാരതീയ സംസ്കാരമാണെങ്കിലും പേർഷ്യൻ അതൊക്കെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണല്ലോ. സംസ്കൃതവും പേർഷ്യൻ ഭാഷയും ചേർന്ന് കിടക്കുന്നതാണ്. ഇതുപോലെ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ചേർന്നപ്പോൾ സംഗീതം എന്നത് ദൈവികതയിലേക്കുള്ള വലിയൊരു വഴിയാണെന്ന് ഗുരു പറയുന്നുണ്ട്. സമ എന്ന് പറഞ്ഞാൽ കേൾവിയാണ്. കേൾവി എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംഗീതത്തെ ഈ കേൾവിയിലൂടെ ദൈവികതയെ അനുഭവിക്കുക. ഈ ശബ്ദങ്ങൾക്ക് അകത്തിരിക്കുന്ന മൗനത്തെ അനുഭവിക്കാനാണ് ഈ ശബ്ദങ്ങൾ അത്രയും എന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ടാണ് സംഗീതം എന്ന് പറയുന്നത് തന്നെ 2 സ്വരങ്ങൾക്കിടയിലെ മൗനമാണ്. ദ പോസ് ബിറ്റ്വീൻ 2 നോട്ട്സ് എന്ന് പറയും. ചിന്തകൾക്കിടയിലെ മൗനമാണ് മെഡിറ്റേഷൻ. അതിനായിട്ടുള്ള ആ മൗനത്തെ അനുഭവിക്കാനുള്ളത്, ആ നിശ്ചലതയെ അനുഭവിക്കാനുള്ളത്. അതുപോലെ സൂഫിയുടെ നൃത്തം എന്ന് പറഞ്ഞാൽ ഈ ചലനങ്ങൾക്ക്, അത്ര നിതാന്തമായ ചലനങ്ങൾക്കിടയിൽ നിന്ന് നിശ്ചലതയെ അനുഭവിക്കാനുള്ളതാണ്. ചലനത്തിനകത്താണ് നിശ്ചലത ഇരിക്കുന്നത്. ചലിച്ച് തന്നെ അനുഭവിക്കണം ആ നിശ്ചലത. അതുപോലെ ശബ്ദങ്ങളിലൂടെ അറിയണം ആ മൗനം. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ്. മൗനത്തെയും നിശ്ചലതയും അനുഭവിക്കാനാണ് സംഗീതവും നൃത്തവും സൂഫികൾ ഉപയോഗിക്കുക. ഇതെല്ലാം ഈ ആധ്യാത്മികമായ ഈ അനുഭൂതിയെ ഉള്ളിൽ അറിയാനുള്ള ചില മെത്തേഡുകളാണ്, ചില സാധനാ വഴികളാണ്. സൂഫിയെ സംബന്ധിച്ച് ഇപ്പോൾ സൂഫികളുടെ റൂമിയുടെ വേളിംഗ് നൃത്തം
എന്ന് പറഞ്ഞ ആ വൃത്ത നൃത്തം എന്ന് പറഞ്ഞ ആ നൃത്തത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് ആ കറങ്ങലിലൂടെ അനുഭവിക്കുന്നത് ശരിക്കും ആ കറക്കല്ല, ആ നിശ്ചലതയാണ്, അതിൻ്റെ കേന്ദ്രത്തെയാണ്. നമുക്കത് ചലനാത്മകമായി പ്രാപഞ്ചികമായ ഒരു നൃത്തമുണ്ടെന്നല്ലേ പറയുന്നത് ഇതിനകത്ത്. നമ്മൾ നടരാജ നൃത്തം, ആ നൃത്തം തന്നെയാണ്. ഈ ലോകം അത്രയും ദൈവികതയുടെ ഒരു നൃത്തമാണ്. അപ്പൊ ഈ നൃത്തം അത് ശരിക്കും നമ്മൾ ആ പറയുന്നത് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമ്മുടെ ആറ്റത്തിനകത്ത് നടക്കുന്ന ഒരു നൃത്തം ഉണ്ടല്ലോ, എല്ലാം ഈ പ്രപഞ്ചത്തിലെല്ലാം ആ നൃത്തമാണ്. ആ നടരാജ നൃത്തം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ആ നൃത്തമാണെന്ന്, ആ നൃത്തം എന്ന് പറയുന്നത് ആ ചലനമാണല്ലോ. ആ ദൈവികത ഏതൊന്നാണോ പരമ്പൊരുളായിട്ടുള്ളത് അതിൻ്റെ ചലനമാണ് ഈ പ്രപഞ്ചം അത്രയും. ഏതൊരു നിമിഷമാണ് ആ നൃത്തം നിർത്തുന്നത് അവിടെ മാത്രമേ നമ്മൾ ആ നർത്തകനെ കാണുള്ളൂ അല്ലേ. ഒരു വ്യക്തി നൃത്തം തുടങ്ങിയാൽ പിന്നെ ആ നൃത്തത്തിൽ അങ്ങ് ലയിച്ചു പോകുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ പറയാം, നിങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ നൃത്തമായി തീരുക. ഓഷോ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നൃത്തത്തിൽ അങ്ങ് നിലീനമാവുക, നൃത്തത്തിൽ അങ്ങ് ലയിച്ചു പോവുക. ഇപ്പോൾ പാടുമ്പോൾ പാട്ടായി തീരുക എന്ന് പറയാം. ഇത് തന്നെയാണ് സൂഫികൾ പറയുക. സൂഫികളുടെ ഏറ്റവും വലിയൊരു സ്ലോഗൻ തന്നെ ഇതാണ്, നിങ്ങൾ പാടുക അല്ല പാട്ടായി തീരുക, നിങ്ങൾ നൃത്തം ചെയ്യുക അല്ല നൃത്തമായി തീരുക. അപ്പോൾ ഈ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ധ്യാനാത്മകമാക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് രണ്ടായിട്ടല്ല, അതിനെ അനുഭവിച്ച് അതിലേക്ക് ഇറങ്ങുക. ഏതൊരു നിമിഷവും എന്ത് ചെയ്യുമ്പോഴും അത് റൂമി അത്ര വ്യക്തതയോട് പറയുന്നത്. കാരണം അത് പ്രണയത്തിലാകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പ്രണയത്തെ, ആ ദൈവികതയുമായ അത്രമേൽ പ്രണയം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഈ ലോകത്ത് ഏതൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊന്ന് കാണുമ്പോഴും അത് അതിൻ്റെ അടയാളമല്ലാത്തതൊന്നുമില്ലല്ലോ. ഏറ്റവും മോശമായി എന്ന് നമുക്കൊന്നും ഈ ലോകത്ത് തോന്നാനില്ല. എല്ലാത്തിനും സൗന്ദര്യമുണ്ട്. കാരണം അത് എൻ്റെ പ്രണയഭാജനത്തിൻ്റെതാണ്. ആ പ്രണയവാചനത്തിന്റെ എന്തും എനിക്ക് സൗന്ദര്യമാണല്ലോ. അപ്പൊ മരണമോ അതിനേക്കാൾ മനോഹരമാണ്. സൂഫികൾ എപ്പോഴും പറയും, മരണമേ നീ എന്നെ വന്നു പുണർന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചു എന്നാണ് ഒരു സൂഫി കവി, മലയാളത്തിലെ സൂഫി കവി പാടിയത്. മരണം എന്നത് സൂഫികൾ മരണത്തിന്റെ വാർഷികത്തിന് ഉറൂസ് എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ ഉറൂസിൽ ഭീമാപ്പള്ളി ഉറൂസ് കേട്ടിട്ടില്ലേ? ഉറൂസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ചേരുന്ന ആദ്യ രാത്രിയിൽ ചേരുന്നതിനാണ് പറയുക. അപ്പോൾ ഈ മരണം എന്ന് പറഞ്ഞാൽ ഈ ദേഹം എന്ന ഈ കുപ്പായം, ശരിക്കും ഒരു സൂഫിയെ സംബന്ധിച്ച് ഈ ശരീരം എന്നതൊരു കുപ്പായം മാത്രമാണ്. ഈ കുപ്പായം അഴിച്ചിടാനുള്ളതാണ്. ഇത് ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയി എല്ലാ ക്ഷീണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായതെല്ലാം ഡ്രസ്സെല്ലാം ഉടുപ്പങ്ങ് മാറിയിട്ടൊന്ന് കുളിച്ച് അങ്ങ് സ്വതന്ത്രനാകാൻ. ഇതുപോലെ ഈ റൂഹിന്, ഈ ആത്മാവിന് എന്താണ്, ഈ ശരീരം എന്ന ഇതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാനുള്ളൊരു വെമ്പൽ വരും അതിലൂടെ പോകുമ്പോൾ. അപ്പം മരണത്തെ കാത്തിരിക്കുന്നതിന്, മരണം എന്നത് ആ ദൈവികതയെ പുണർന്ന് അനുഭവിക്കുന്ന നിമിഷത്തെയാണ് സൂഫികൾ പറയുന്നത്. അതുകൊണ്ട് ഉറൂസ് എന്ന് പറയുന്നത് അത്ര ആനന്ദമാണ് എന്നാണ് പറയുക. അപ്പൊ ശരിക്കും മരണം ഒരു യാത്രയുടെ അവസാനമല്ല, എന്തെന്നാണ് പറയുന്നത്, തുടക്കമാണോ? അത് ആ പ്രണയഭാജനവുമായി ചേരുന്ന നിമിഷമാണ്. അതുവരെ ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയുണ്ട് മരണത്തെക്കുറിച്ച്, അത് സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വന്നടുത്തെന്നോ വേളി മുഹൂർത്തം പിടയ്ക്കായി അസന്നമാം ഹൃദന്തമേ ശാന്തമായി ഇരുന്നാലും എന്നാണ്. എന്താ വെച്ചാൽ ഇതൊരു വേളി മുഹൂർത്തമായിട്ടാണ് ശങ്കരക്കുറുപ്പ് റുബായിയാത്തൊക്കെ ചെയ്ത ആളല്ലേ. അദ്ദേഹത്തിന് ആ പേർഷ്യൻ സാഹിത്യമായിട്ടും ഉമർ ഖയ്യാമും ഇവരൊക്കെ പറഞ്ഞത്, ഉമർ ഖയ്യാമാണെങ്കിലും അത്താറാണെങ്കിലും റൂമിയാണെങ്കിലും സൂഫികളെല്ലാം പറഞ്ഞത് മരണത്തെ ഈ വേളി മുഹൂർത്തമായിട്ടാണ്. അത്ര ആനന്ദകരമാണ് മരണം. കാരണം എന്താണ്, ഇതെല്ലാം ഇത്രയും കാലം വേർപെട്ട് നിന്നതാണ്. ഈ വേർപാടിൻ്റെ നോവാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് പലതായിട്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഭൗതികമായ എന്തിൻ്റെയോ കുറവാണ്, വേറെ കിട്ടാത്തതാണ്, അത് ഇതാണെന്ന് നമ്മൾ വിചാരിക്കാം. ഈ ഓട്ടം അത്രയും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓടുന്നത്. കുറേ കിട്ടിക്കഴിഞ്ഞാൽ, കുറേ സമ്പാദിച്ചു കഴിഞ്ഞാൽ, കുറേ അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് തീരുമെന്ന് നമ്മൾ വിചാരിക്കുക. അവിടെയൊക്കെ എത്തുമ്പോൾ പിന്നെയും ശൂന്യത കൂടുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓട്ടമെല്ലാം, പുറത്തേക്കുള്ള ഓട്ടമെല്ലാം അകത്തേക്കുള്ള ശൂന്യതയെ നിറയ്ക്കുന്നതാണ്, എന്തൊക്കെയോ നിറയ്ക്കാനുള്ളതാണ്. അപ്പൊ ശരിക്കും ഈ എന്താണ് സൂഫിസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സ്ത്രീകളാണല്ലോ കൂടുതൽ ഇത്തരം ഈ അകത്തേക്കുള്ള യാത്രകളിലും അകത്തേക്കുള്ള ഇമോഷൻസിൻ്റെ ഒക്കെ പുറകെ സ്ത്രീകളാണ്. ഇപ്പം നമ്മൾ ഈ റാബിയ അൽ അദവിയൊക്കെ പോലെയുള്ളവരുടെ അത് വായിച്ചിട്ടുണ്ട്, സിദ്ദിഖ് തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം ശരിക്കും സൂഫിസത്തെ ഒരുപാട് സ്ത്രീകളുണ്ടോ? സ്ത്രീകളെ എങ്ങനെയാണ് സൂഫിസം എടുക്കുന്നത്? ഈ സ്ത്രീകൾക്ക് ഈ ആധ്യാത്മികത, സൂഫി, മിസ്റ്റിക്കൽ അനുഭൂതി ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണെന്നാണ് പറയുക. സൂഫികൾ പറയും. കാരണം ഒരു ഘട്ടത്തിൽ സ്ത്രീകൾ ഭൗതികമായിട്ട്, പിന്നെ ഈ കുഞ്ഞുങ്ങളും ഇതൊക്കെ ആയിട്ട് ഭൗതികമായിട്ട് കുറച്ച് പിടിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഭൂമിയോട് ഏറ്റവും അടുത്താണ് സ്ത്രീ. പക്ഷേ ആ ഭൂമിയുടെ ഒരു പിടുത്തം വിടുന്നൊരു നിമിഷമുണ്ട്. അതങ്ങ് വിട്ട് കഴിഞ്ഞാൽ പുരുഷനേക്കാൾ വലിയ സാധ്യതയാണെന്നാണ്.
അതുകൊണ്ട് ഈ സൂഫികളിൽ ഇപ്പോൾ റാബിയ ബസി മാത്രം ഞാൻ നമ്മുടെ ഒരു സൂഫി വനിതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ സൂഫി വനിതകളിൽ ഒരു 40ഓളം സൂഫികളെ പറയുന്നു. സൂഫി വനിതകളെ ചരിത്രത്തിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ചരിത്രത്തിലും രേഖപ്പെടുത്തപ്പെടലും ബാക്കിയുള്ള എല്ലാത്തിലും സ്ത്രീകൾ എങ്ങനെയാണോ പിന്നോട്ടായത് എല്ലാ മേഖലയിലും അതൊന്നും രേഖപ്പെടുത്തപ്പെടുന്നത് പുരുഷൻ്റെതാണല്ലോ. ചരിത്രം എന്ന് പറഞ്ഞാലും മതം എന്ന് പറഞ്ഞാലും അധികാരം എന്ന് പറഞ്ഞാലും ഒക്കെ പുരുഷൻ്റെയാണ് കാലങ്ങൾ. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ അങ്ങനെയല്ല വേണ്ടതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതും സ്ത്രീ ഉണർന്നതും ഒക്കെ കുറച്ച് കാലമായിട്ടില്ലല്ലോ ആ സ്ഥലത്ത്. അതുകൊണ്ട് ചരിത്രപരമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ആധ്യാത്മികതയിൽ ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും സൂഫികളുടെ കൂടെ ഉണ്ടായിരുന്ന സൂഫികൾ, ഇപ്പോൾ പ്രവാചകനാണെങ്കിൽ പോലും പ്രവാചകൻ്റെ ഭാര്യ ഖദീജ, ആ ഖദീജ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രവാചകനില്ല. ആ പ്രവാചകനെ പൂർണ്ണമായും അതിലേക്ക് പ്രവാചകത്വത്തിലേക്കും ആ ഗുരുത്വത്തിലേക്കും ഉണർത്തുന്ന ആ ഖദീജ എന്നൊരു സ്ത്രീയാണ്. അതുപോലെ പ്രവാചകൻ്റെ പുത്രി ഫാത്തിമ. നമ്മളിങ്ങനെ ഓരോ ഗുരുവിനെയും നോക്കിയാൽ ഗുരുക്കന്മാരുടെയൊക്കെ അവരൊക്കെ വലിയ ആ ബോധത്തിലേക്ക് ഉണർന്നവരാണ്. ഈ പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയുടെ ഭർത്താവാണ് അലി. അലിയുടെ ആ വഴിയെ ഉള്ളവനാണ് ഷിയ, ഈ ഇറാനിലൊക്കെ ഉള്ളത് ഷിയ വിഭാഗം. ഈ അലിയോട് നിങ്ങൾ പ്രവാചകനെ കണ്ടിട്ടുണ്ടോ എന്നൊരിക്കൽ ഒരു സൂഫി ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ ഒരിക്കലും കാണാതെ ജീവിച്ച ഒരു സൂഫിയാണ് ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞത്. അപ്പോൾ ഓഷോ ഉവൈസിനെ കുറിച്ച് തന്നെ പല കഥകളും പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം യമനിലായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ ഞാൻ എൻ്റെ മരണശേഷം നിങ്ങൾ പോകണമെന്ന് പറയേ ഇങ്ങനെ പ്രവാചകൻ്റെ 4 ശിഷ്യരും അദ്ദേഹത്തെ കാണാൻ പോയി. ഇത് സൂഫികൾ പറയുന്നൊരു കഥയാണ്. അപ്പോൾ ആദ്യത്തെ ആളോട് ചോദിച്ചു, അബൂബക്കർ എന്ന ഖലീഫയോട് നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ആ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത്രയും കാലം കൂടെ തന്നെ ജീവിച്ച ആളോടാണ് ഒരിക്കലും കാണാത്ത സൂഫി ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ. അപ്പോൾ കണ്ടിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആൾ ഉമറും പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ആൾ ഉസ്മാനും മിണ്ടി. അപ്പോൾ അലിയോട് ചോദിച്ചു. അപ്പോൾ അലി പറയുന്നു, ഞാൻ കണ്ടവരെ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ആരാണ് കണ്ടത്? പുത്രി ഫാത്തിമയാണ്. ആ ഫാത്തിമയുടെ സ്വരൂപത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ ആ ഗുരു പ്രകാശത്തെ പൂർണ്ണമായിട്ടും എനിക്ക് പോലും കാണാൻ സാധിക്കും. അപ്പം അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചത് ഫാത്തിമയാണെന്ന് സൂഫികൾ പറയും. അതുകൊണ്ട് ഫാത്തിമ അത്രയും പ്രകാശപൂർണമായ വ്യക്തിത്വമായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ ചുറ്റും ഒരുപാട് സ്ത്രീകൾ സൂഫിസത്തിൽ കൂടിയാണോ ആധ്യാത്മികതയിൽ കൂടിയാണോ അദ്വൈതത്തിന്റെ ഒരു പ്രായം കഴിയുമ്പോൾ ചില സ്ത്രീകൾ വലിയൊരു സാന്നിധ്യമായി മാറും, ഇല്ലേ? സ്നേഹത്തിന്റെ മാത്രം എല്ലാം അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു പോയിട്ട് വളരെ മനോഹരമായ ചില സാന്നിധ്യങ്ങളായി മാറുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സൂഫി എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകൾ. അവർക്ക് സ്നേഹത്തിലേക്ക് ഇറങ്ങാൻ, സ്നേഹമെന്ന ആ സാഗരത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ കഴിയും. അല്ലാത്തവർ ഈ ഭൗതികതയുടെ അധികാരത്തിൻ്റെ പല ഭ്രമങ്ങളുടെയും പിടുത്തത്തിലായിരിക്കും. പുരുഷൻ എപ്പോഴും പല അധികാരം, അവൻ്റെ ഈഗോയെ നിലനിർത്താൻ വേണ്ടി പല അധികാരത്തെയും പിടിച്ചു നിൽക്കണം. അപ്പോഴേ അത് നിലനിൽക്കുള്ളൂ. പക്ഷെ അതിനെ മുഴുവൻ വിടുന്ന, ആ പൂർണ്ണമായി വിടുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവവും ഉള്ളിലിങ്ങനെ അനുഭവിക്കാൻ വലിയ സാധ്യതയുള്ളവരാണ്. സ്ത്രീക്ക് അങ്ങോട്ട് ഇറങ്ങി ചാടാം. ആ കടലിലേക്ക് ചാടാൻ എളുപ്പമാണ്. ഒരു സ്ത്രീ സൂഫി തന്നെയായി മാറുന്ന ഒരു സാധാരണ അവസ്ഥയിൽ പോലും, അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോലും അതെ തീർച്ചയായിട്ടും ഉപാധികളില്ലാതെ എല്ലാം ഈ സൂഫികൾ പറയും ദൈവിക പ്രണയത്തിന്റെ ഏറ്റവും തെളിഞ്ഞ പ്രകടനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്നേഹമാണ്. കാരണം അതിനൊന്നും ഒരു ഉദ്ദേശവുമില്ലല്ലോ, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്, എല്ലാം കൊടുക്കാനുള്ള സ്നേഹമാണ്. അങ്ങനെ അങ്ങ് കൊടുക്കാൻ നമ്മൾ സൂഫികൾ പറഞ്ഞാൽ ഈ ദേഹം വരെ, ഈ ശരീരം വരെ ഇതെല്ലാം അങ്ങ് കൊടുക്കാൻ, ഒന്നും എൻ്റെതല്ലെന്ന അറിവ്, ആ അറിഞ്ഞ അറിവിലാണ് നമ്മുടെ ഈ മുഴുവൻ പോകണം. അതങ്ങ് പോകുമ്പോഴുള്ളൊരു ആനന്ദമുണ്ട്. അത് പക്ഷേ സ്ത്രീക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ്, കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സ്ത്രീയുടെ ജന്മത്തിലും എന്തുണ്ട്, ഒരു മാതാവുണ്ട്. കാരണം ഒരു ഗർഭപാത്രമായിട്ടാണ് ഒരു കുഞ്ഞ് ഒരു സ്ത്രീ. പക്ഷെ പുരുഷനിൽ പിതാവില്ല. പിതാവ് എന്ന് നമ്മളെ സമൂഹം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സംഗതിയാണ്. അത് പിടിച്ചു വെച്ചുകൊണ്ടാണ് പുരുഷനായി പിതാവായി നിൽക്കുന്നത് പോലെ. അല്ലെങ്കിൽ പുരുഷൻ അത് ചാടിപ്പോ അത്രയും അഗ്രസീവായിട്ടുള്ളൊരു പ്രകൃതത്തിലാണ് പുരുഷൻ. പക്ഷെ സ്ത്രീയിൽ ആ മാതൃത്വം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു, ഇപ്പോൾ സൂഫികൾ പറയും അറബിയിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പരമകൃപയെക്കുറിച്ച് പറയുന്ന വാക്കാണ്. റഹ്മ് എന്നാണ് ഗർഭപാത്രത്തിന് പറയാ. ആ പരമമായ കൃപ എങ്ങനെയാണോ ആവിഷ്കരിക്കപ്പെട്ടത് അത് ഉള്ളിൽ വഹിക്കുന്നവളാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീ അതിൻ്റെ പ്രതിനിധാനം തന്നെയാണ്. ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രതിനിധാനം എന്നത് സ്ത്രീയാണ്. അപ്പൊ ആ കൃപയിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഏറ്റവും എളുപ്പമാണ്. ശരിക്കും അതുപോലെ തന്നെ ഇപ്പം സിദ്ദിഖ് മുഹമ്മദ് എന്നുള്ള ഒരു എഴുത്തുകാരനെ നമ്മൾ കാണുന്നത് സൂഫിസത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ്. ഏതാണ്ട് 20ഓളം പുസ്തകങ്ങൾ, പല റൂമിയുടെ പരിഭാഷകളുണ്ട്, റാബിയ ബസീറതുണ്ട്, മിസ്റ്റിക് റോസ്, അങ്ങനെ
അപ്പോൾ ഇത് വരുമ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ സൂഫിസം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സൂഫിസത്തിൻ്റെ ചരിത്രമുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ സൂഫിസത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ മുന്നേ ഉള്ളതാണ്. കാരണം സൂഫികളാണ് കേരളീയ സംസ്കൃതിയിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ ഈ ഒരു മതനിരപേക്ഷമായും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്നല്ല ഒരു സൂഫി സംസ്കൃതിയാണ്. പിന്നീട് ഒരു 80കൾക്കൊക്കെ ശേഷമാണ് കേരളത്തിൽ ഈ സലഫി മൂവ്മെൻറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അവർ 940കളിന് ശേഷമൊക്കെ ഉണ്ട്, പക്ഷേ അത്രയും പ്രബലമാകുന്നത് ഇതിന് മേലെ. അതിനുശേഷമാണ് നമ്മൾ കേരളത്തിലൊക്കെ ഒരു തീവ്ര മനോഭാവമാണ്. ഇപ്പം നമ്മൾ പർദ്ദയൊക്കെ നോക്കിയാൽ പർദ്ദയുടെ സംസ്കാരം വരുന്നത് ഈ അടുത്ത കാലത്താണ്. എല്ലാ മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഏതാണ്ട് ചെറിയ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ വസ്ത്രത്തിൽ ഉണ്ടാകാമെന്നല്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാത്തിനും ഒരുമിച്ചറിയുന്ന അതാണ് സൂഫി. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സൂഫി ദർഗകളിൽ നേർച്ചകളുണ്ടാവും. ഇപ്പോൾ മലബാറിൽ നേർച്ചകളുണ്ടാകുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനിയായ ചിലപ്പോൾ ഒരു മുസ്ലിം അല്ലാത്ത അവിടുത്തെ ഒരു നായർ തറവാട്ടിലെ വീട്ടിൽ നിന്നായിരിക്കും അവിടേക്ക് കൊടിയായിട്ട് വരിക. അവിടുത്തെ അമ്പലത്തിൽ പൂരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തിറ മഹോത്സവം ഉണ്ടാകുമ്പോൾ ഇവിടുന്നാണ് ഈ തങ്ങളാണ് അങ്ങോട്ട് കൊണ്ടുപോകുക. അങ്ങനത്തെ ഒരു ചേർന്ന് നിന്ന ഒരു സംസ്കൃതിയിലാണ് ജീവിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഈ പ്യൂരിറ്റൻ രീതികൾ വരികയും ഒരു പൗരോഹിത്യം, അത്തരത്തിലുള്ളൊരു സലഫി പൗരോഹിത്യം വരികയും ക്രമേണ വേർതിരിവുണ്ടാവുകയും അതിൻ്റെ ഒരു മാരകമായ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിയാൽ വലിയ വിടവുണ്ടാക്കിക്കൊണ്ടിരിക്കുക മനസ്സുകളിൽ. ആ വിടവ് ഇല്ലാതാക്കുകയും ഇത് ഒന്ന് തന്നെയാണെന്ന് ആത്യന്തികമായി ഇതിൻ്റെ പൊരുളിലേക്ക് പോയാൽ ചെറിയ ചെറിയ ഭാഷാ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ റൂമി പറയുന്നൊരു കഥയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് കഥ. ഒരിക്കലും ഒരു നഗരത്തിൽ, മധ്യേഷ്യയിലെ ഒരു നഗരത്തിൽ വെച്ചിട്ട് 4 യാചകന്മാർക്ക് ഒരാൾ ഒരു ഇത് കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തപ്പോൾ 4 ഭാഷക്കാരാണ്. ഒരാൾ അറബിയാണ്, ഒരാൾ ടർക്കിഷാണ്, ഒരാൾ പേർഷ്യനാണ്, ഒരാൾ ഗ്രീക്കുകാരനാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഓരോ ആളുകളും പറഞ്ഞു ഈ പൈസ കിട്ടിയപ്പോൾ ഒന്നിച്ചാണ് പൈസ കിട്ടിയിരിക്കുന്നത്, 4 പേരും കൂടി ചിലവഴിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക്, ഗ്രീക്കുകാരൻ പറഞ്ഞു എനിക്ക് അസ്താഫിൽ വേണമെന്ന് പറഞ്ഞു, മറ്റേ ആൾ അങ്കുർ വേണമെന്ന് പറഞ്ഞു, ഇങ്ങനെ 4 ഭാഷയിലും പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവർ തർക്കിക്കുകയും ഇവർ തമ്മിൽ അടിയാവുകയും രക്തം ചിന്തുകയും ചെയ്യുമ്പോൾ ഈ 4 ഭാഷ അറിയുന്ന ആൾ വന്നിട്ട് പറയാണ് ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ ഒരാൾക്ക് മുന്തിരി വാങ്ങിക്കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് മുന്തിരി, 4 പേർക്കും മുന്തിരിയായിരുന്നു വേണ്ടത്. പക്ഷേ ഈ ഭാഷയിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു ജ്ഞാനബോധം സിദ്ധിക്കുന്ന ആളുകൾക്ക് അതറിയാം. അതുകൊണ്ടാണ് പല മതസാരവും ഏകം എന്ന് ഗുരു പറയാൻ കാരണം. ഇതിൻ്റെ സാരം ഏകമാണ് എന്ന് അറിയണമെങ്കിൽ അറിഞ്ഞവനെ അത് അറിയുള്ളൂ. അല്ലാത്തവർ ഭാഷയുടെ പേരിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വേഷത്തിന്റെ പേരിൽ തർക്കിക്കുകയാണ്, അതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണത്തിന്റെ പേരിൽ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പേരിൽ യുദ്ധങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്നു. ഇതെല്ലാം അത്രയും ബുദ്ധിശൂന്യതയാണെന്നും ഈ മനുഷ്യൻ എന്ന പൊരുളിന്റെ അകമേ ഇതൊന്നും അല്ല എന്നും അറിയാണല്ലോ. അതെ, ഇതിനിടയിലൂടെ നമ്മുടെ ഇടയിൽ കൂടെ ഈ ഒന്നും ഇമ്മിണി വലിയ എന്നൊന്ന് പറഞ്ഞു പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ബഷീർ ശരിക്കും ഒരു സൂഫി പാരമ്പര്യത്തില് നമുക്ക് കാണാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ ആ ബഷീറിന്റെ ഈ മനുഷ്യ സ്നേഹം, അതിനകത്ത് പറയുന്ന എന്താണ്, ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും എന്ന് പറയുന്നു, അതുപോലെ അനൽ ഹക്ക് എന്ന് പറയുന്നു. ഇതെല്ലാം സൂഫിസത്തിന്റെ എന്തെങ്കിലും പ്രതിഫലനങ്ങളായിട്ട് സിദ്ദിഖിന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബഷീറിന്റെ അതിന്റെ പൂർണ്ണമായിട്ട് ബഷീറിനെ മനസ്സിലാക്കണം നമ്മൾ. ബഷീറിന്റെ അനർഘ നിമിഷം, അതിലെ അനൽ ഹക്ക് എന്ന് പറഞ്ഞ കഥ. ഈ കഥ മുഴുവനും ഈ ഫരീദുദ്ദീൻ അത്താർ എന്ന് പറഞ്ഞ ഒരു സൂഫിയുടെ തദ്കിറത്തുൽ ഔലിയ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിൽ മൻസൂർ ഹല്ലാജിന്റെ ചരിത്രം എങ്ങനെയാണോ പറഞ്ഞത് അതിനെ മനോഹരമായി ഭാഷ്യപ്പെടുത്തി ഒരു കഥാരൂപത്തിൽ എഴുതിയതാണത്. അപ്പോൾ ബഷീർ ശരിക്കും ഒരു അവധൂത ജന്മമാണ്. ആ ജന്മത്തിൽ തന്നെ അതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പല എത്രയോ യാത്രകളിലും അനുഭവങ്ങളിലൂടെയും കടന്നുപോയ ആളാണ്. ആ കടന്നുപോയ ആൾ ആ ജീവിതത്തെ എല്ലാം ഭൂമിയുടെ അവകാശികളാണെന്നും ഈ നമ്മൾ പറഞ്ഞ സൂഫിസത്തിന്റെ പൊരുൾ എന്താണോ അതെല്ലാം ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലി നടപ്പാക്കിയ ആളല്ലേ. നേരത്തെ പറഞ്ഞിപ്പം ബഷീറിനായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ബഷീറിന്റെ സാന്നിധ്യം അറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് മറ്റു മനുഷ്യർക്ക് കാണാത്ത ഒരു ആ സാന്നിധ്യത്തിനുണ്ടായിരുന്നു. നമ്മളെ കരള് നിറയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നതോ ആയ ഒരു സാന്നിധ്യം, നമ്മുടെ തലക്കിലൂടെ എന്തോ ഒരു എന്താണ് ഒരു നമ്മളെ സന്തോഷമാണെന്നോ ഒരു നമ്മളിലേക്ക് പ്രചരിക്കുന്ന ഒരു ഊർജം, അതെല്ലാം ബഷീറിന് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ശരിക്കും ബഷീർ ഒരുപാട് സൂഫി ദർഗകളിൽ അങ്ങനെയൊക്കെ പോയ അങ്ങനെ ദർഗകളിൽ ഒരു സൂഫിക്ക് ദർഗകളിൽ പോകണമെന്നില്ല. അല്ല, എന്തായിരിക്കും ബഷീറിന്റെ മാർഗം എന്തായിരുന്നായിരിക്കും? ബഷീർ ഒരു അവധൂത മാർഗത്തിൽ, ഒരു സൂഫികളുടെ ഒരു അവധൂത മാർഗമുണ്ട്, അതിൽ സഞ്ചരിച്ച് അതിൻ്റെ പൊരുൾ അറിഞ്ഞു വന്ന ആളാണ്.
ചില ആളുകൾ അതിൽ തന്നെ പെട്ടുപോകും, ആ സ്ഥലത്ത് തന്നെ. പക്ഷേ ബഷീറിന് ആ പൊരുൾ അറിയാം. ബഷീറിൽ വലിയൊരു എന്താ പറയുക, ഒരു ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ ആ രചയിതാവ്, ഒരു കവി, ഇതെല്ലാം അതിൻ്റെ അകമയുള്ള ആളാണല്ലോ. അത്രയും സർഗാത്മകമായി അത്ര ഉയർന്ന തലത്തിലുള്ള ആളാണ്. ആ സർഗാത്മകതയും ആധ്യാത്മികതയും കൂടി കൂടിച്ചേരുമ്പോൾ അതിനെ കൃത്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പ്രസരിപ്പിക്കുക എന്ന് അനുഭവിക്കുന്ന ആളാണ്. ബഷീറിനോട് പലപ്പോഴും ബഷീറിനോട് ഈ ആരാധനാ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കും ബഷീറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആൾ ഞാൻ നിൽക്കുന്നോ, ഞാൻ കുനിയുന്നോ, ഞാൻ കിടക്കുന്നോ നോക്കിക്കലാണോ പണിയെന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അതിൻ്റെ ഉൾപ്പൊരുൾ അറിഞ്ഞവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ലളിതമായി എഴുതുകയും ലളിതമായി ജീവിക്കുകയും അല്ലെ, ലളിതമായി തന്നെ. ലളിതമാവുക എന്നതാണ് ഏറ്റവും പ്രയാസകരം. അത് ടാഗോർ പറയുന്നുണ്ട്. അത് ടു ബി സിമ്പിൾ ഈസ് സിംപ്ലിസ് ആവുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും ഹാർഡായിട്ടുള്ള, ഏറ്റവും പ്രയാസമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ലളിത സുന്ദരമായിട്ട് പറയാൻ പറ്റിയ അത്രയും ക്ലാരിറ്റി ഉള്ളിലുള്ളത് കൊണ്ട്. അപ്പം നമ്മളൊരു ജ്ഞാനത്തെ കേൾക്കുമ്പോൾ ഓഷോയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അത്രയും ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ഉള്ളത് എന്തുകൊണ്ട്? അത്രയും ജ്ഞാനത്തിൻ്റെ ഉറവ ഉള്ളിൽ തന്നെ നിറയുന്നത് കൊണ്ടാണ് അത്രയും നിറയും. അപ്പോഴേ ആ ക്ലാരിറ്റി വരുള്ളൂ. അപ്പോഴേ ഏറ്റവും ലളിതമായി സംസാരിക്കാൻ പറ്റും. ക്ലാരിറ്റി ഇല്ലാത്തവർക്കാണ് എപ്പോഴും സങ്കീർണമായിട്ട് പലതിനെയും പറയേണ്ടി വരും. അപ്പോൾ ബഷീറിലുള്ള പ്രത്യേകത അതിൻ്റെ അത്രയും ഈ ക്ലാരിറ്റി, ലൂമിനോസിറ്റി എന്ന് പറയും, ആ സുവ്യക്തത, ആ സുബോധ്യമുള്ളിലുള്ളത് കൊണ്ട് അതിനെല്ലാം അറിയാം. തെളിച്ചം, ആ തെളിച്ചാണ്. വെളിച്ചത്തിന് വെളിച്ചം, വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് ചോദിക്കുന്നത് ആ വെളിച്ചം അത്രയും അറിയുന്നത് കൊണ്ടാണ്. അവസാനം എഴുതിയൊരു പുസ്തകമല്ലേ അല്ലേ, ഏറ്റവും ലാസ്റ്റ് എഴുതിയ പുസ്തകം യാ ഇലാഹി എന്ന് പറഞ്ഞ പുസ്തകം. യാ ഇലാഹിയിലെ ആ ഭാഗം കുറേ പറയുന്നുണ്ട്. അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതം എന്നും, ആകാശഭൂമികളുടെ പ്രകാശമേ എന്ന് പറയുന്ന ഇതെല്ലാം ഒരു സൂഫി പ്രയോഗങ്ങളാണ്, സൂഫികളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ യാ ഇലാഹി എന്ന് പറഞ്ഞ ഹേ എൻ്റെ ആത്മനാഥ എന്ന് പറയുന്നൊരു സംഗതിയാണ്. എന്നിലുള്ള എൻ്റെ ആത്മനാഥ, എൻ്റെ പ്രാണനാഥനാണ് യാ ഇലാഹി എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പൊരുൾ അറിഞ്ഞ് അതിലിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാക്ഷിഭാവത്തോടു കൂടി എല്ലാത്തിനെയും നോക്കി, ഏറ്റവും ദരിദ്രനായ ആളും ഏറ്റവും വലിയ മന്ത്രിയാണെങ്കിലും അതിനെ ഒരുപോലെ കാണാൻ കഴിയുന്ന ആ കാഴ്ച, ഇത് രണ്ടും വേറെയല്ല. ഒരാൾക്കും വലിപ്പം കൂടുതലില്ല, ഒരാളും കുറഞ്ഞുമില്ല എന്നറിയുന്ന. അതൊരു വലിയ ഇതാണ് ബഷീറിനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മളൊരു ബഷീറിലേക്ക് തിരിച്ചിടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകാൻ പറ്റും, നല്ല വായനക്കാരാകാം. പക്ഷെ അതിനൊപ്പം നമ്മൾ നല്ല മനുഷ്യരാക്കും ബഷീർ. അത് ശുദ്ധി ചെയ്യുന്നുണ്ട്, ആ ഒരു ശുദ്ധീകരണം അതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ്. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അറിയാതെ ഉള്ളിലൊരു ശുദ്ധീകരണം നടക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹത്തിൻ്റെ ചെറിയൊരു മൊട്ട് വിരിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാഹിത്യത്തില്, ശരിക്കും മലയാള സാഹിത്യത്തിൽ വേറെ അങ്ങനെ ബഷീർ അല്ലാതെ സൂഫിസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതികൾ അങ്ങനെ ബഷീറിനെ പോലെ അത്രയും സൂഫിസം അതിന്റെ അകമ ഇങ്ങനെ പ്രവഹിക്കുന്ന രചന വളരെ സൂഫിസം അല്ല, ആധ്യാത്മികത. പിന്നെ വിജയനുണ്ട്, വിജയൻ്റെത് പിന്നെ വേറെ കുറച്ചുകൂടി ദാർശനികമാണ്. ആ ദാർശനികതക്കകത്ത് ഈ ജ്ഞാനത്തിന്റെ ഉൾപ്പൊരുളുകൾ ഭയങ്കരമായിട്ടുണ്ട്. വിജയൻ്റെത് വേറൊരു റേഞ്ചാണ്. രണ്ടും ഈ രണ്ടു ആളുകളും അത്ര ഇതായിട്ട് ചെയ്ത ആളുകൾ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ ഗുരു നിത്യചൈതന്യതി ആ രചനയിലും ആ ജീവിതത്തിലും ആ ആധ്യാത്മികതയിലും ഒക്കെ അതിൻ്റെ ഒരു സൂഫി ഒരു വിശുദ്ധി, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിലാവല പോലെ ഇങ്ങനെ പെയ്തിറങ്ങിയ ഒരാളാണ് ബഷീർക്ക്. ജീവിച്ചു പോയ കാലം, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതമൗലികവാദത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ ഒരു കാലം, സാമൂഹ്യ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ അതിപ്രസരത്തിനകത്ത് മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്നുള്ള ഭാഷയിലാണെങ്കിലും ഹൃദയശുദ്ധിയിലാണെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്ന ഇതിനൊക്കെ ഒരു മറുമരുന്ന് എന്ന് പറഞ്ഞ് സിദ്ദിഖ് എന്താണ് കാണുന്നത്? ഇതിൻ്റെ മറുമരുന്ന് എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിലേക്ക് തിരിയാന്നുള്ളത് ഇതെല്ലാ കാലത്തും ഉള്ളത്. നമ്മളിപ്പോൾ ഓരോ കാലത്തിലും വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു കൃഷ്ണനൊരു കംസൻ ഉണ്ടാകും, ഒരു മോസസിന് ഒരു ഫറോവ ഉണ്ടാകും, ഒരു മുഹമ്മദിന് ഒരു അബൂജാഹിൽ ഉണ്ടാവും എന്ന് പറയും. കാരണം ഈ കളിയാണ്. ഈ നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വിചാരിക്കും. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഒരു നായകനെ, ഒരു ശക്തനായ നായകൻ ഉണ്ടാവണമെങ്കിൽ അതിശക്തനായ ഒരു വില്ലനും കൂടി ഉണ്ടാവും. ഈ വില്ലൻ ഉണ്ടെങ്കിലേ നായകന് പ്രത്യേകത, അല്ലെങ്കിൽ നായകൻ മാത്രമുള്ള ഒരു കഥയില്ലല്ലോ. ഈ പ്രാപഞ്ചികത എന്ന വലിയ ഈ കഥയിൽ
ഈ സംഗതിയൊക്കെ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് രമണ മഹർഷിയോട് ഒരിക്കലും ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങളും കലാപങ്ങളും ഇത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നതാണ്. നേരത്തെ ഈ കളി കാണാനായിട്ട് ഇരിക്കുന്ന ബോധം കളി കളിക്കുകയാണെന്ന് പറയുന്നത്. ഇത് ഈ കളിയുടെ ഭാഗമായിട്ടുള്ള, അപ്പോൾ ഒരു സൂഫിയെ സംബന്ധിച്ച് ഇതെല്ലാം ഈ ഭാഗത്ത് ഇങ്ങനെ വളരുമ്പോൾ ഇപ്പുറത്തും വളരും. ഇപ്പൊ നമ്മളിപ്പോ ജൻസി പ്രക്ഷോഭമൊക്കെ കണ്ടല്ലേ, ഇപ്പുറത്തൊരു ഭാഗത്ത് മതമൗലികതയും മതാന്തതയും ഇങ്ങനെ ആകുമ്പോൾ ഇപ്പുറത്ത് അതിനപ്പുറത്തുള്ള മനുഷ്യരുണ്ടായി വരും. ഈ സംഗതി കൂടുമ്പോൾ അപ്പൊ ഈ പുതിയ കാലത്തെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ യുവതലമുറ ഇത്തരം കാര്യങ്ങളോട്, ഇപ്പം സുഫിസം മാത്രമല്ല ഈ ഇത്തരം ചിന്താധാരകളോട് അവർ അതെങ്ങനെ സിദ്ധിക്ക് കാണുന്നു? എനിക്ക് അവർ കുറച്ചുകൂടി ഓപ്പൺ ആയ, ട്രൂത്ത്ഫുൾ ആയ, ഓണസ്റ്റ് ആയ സമീപനം പുതിയ ജനറേഷൻ, പുതിയ തലമുറ വളരെ ഉയർന്ന ബോധത്തിൽ ജന്മം കൊള്ളുന്നവരാണ്. നമ്മളെ അതിന്റെ മുമ്പത്തെ തലമുറയേക്കാൾ ജന്മം കൊണ്ട് തന്നെ ബോധം ഉയർന്നവരായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള വലിയൊരു സമ്മാനമാണ് മനുഷ്യരെ. കാരണം മനുഷ്യനെ അത്ര വേഗത്തിൽ മാറ്റി, ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ച പോലെ ഭാഷ, ഇത് നമ്മൾ ഒരു കാലത്ത് ഓർമ്മക്ക് വേണ്ടിയായിരുന്നു പഠിച്ചത്. ഈ ഓർമ്മകളൊന്നും ഒരാവശ്യമില്ല. കാരണം നമ്മൾ എത്രയോ ദിവസങ്ങൾ പഠിച്ച് ബൈഹാർട്ടൊക്കെ ഓർമ്മിക്കാൻ, ഈ ഓർമ്മകളൊന്നും ആവശ്യമില്ലാത്ത എപ്പോഴും ആർക്കും എടുക്കാവുന്ന ഒരു സാധനമാണ് അല്ലേ. ഒരു AI ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം അത്ര എളുപ്പമാണ്. എന്തറിയും, നമ്മൾ മുമ്പ് ഞാനൊക്കെ കോഴിക്കോട് പബ്ലിക് ലൈബ്രറിയിലേക്ക് എവിടുന്നോ വന്നിട്ട് കടന്ന് പുസ്തകം എടുത്ത് ഇങ്ങനെ നോട്ട് ചെയ്ത് ഇതെന്ത് എളുപ്പമാണ്. അത്രയും ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റി, ഏത് ലൈബ്രറിയിലും അത് അടുത്ത നിമിഷത്തിൽ തരാണ്. അത്രയും ഇത് നമ്മൾ ഒരുപാട് കാലം പണിയെടുക്കേണ്ടത് നിമിഷം കൊണ്ട് കിട്ടുന്ന ആളുകളാണ്. അവർക്കിതെല്ലാം വളരെ അതങ്ങനെ കിട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ പണി അവർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ഈ ഒരു ഉയർച്ചയ്ക്കകത്ത് ആത്മീയമായ വഴികൾ ആളുകൾക്ക് തേടാൻ എളുപ്പമാണെന്നാണ്. വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ മസ്തിഷ്കം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പോലും മനുഷ്യൻ ചിന്തിക്കും. ഇപ്പോൾ AI-യുടെ ഒക്കെ ഇനിയൊരു വിപ്ലവം വരാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഹെറാരി പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അദ്ദേഹം അതിൽ ആ ഭയങ്കര ലോകത്ത് അഗ്നി കണ്ടുപിടിച്ച പോലെ, ചക്രം കണ്ടുപിടിച്ച പോലെ അതിനേക്കാൾ വലിയ ഏറ്റവും മാറ്റി തീർക്കുന്ന കണ്ടെത്തലാണ് AI എന്ന് പറഞ്ഞത്. AI-യിൽ ജനറൽ ഇതുണ്ട്, പിന്നെ സാധാരണ AI-നേക്കാൾ ഉപരിയായിട്ടുള്ള എല്ലാം ഒന്നും തന്നെ കിട്ടുന്ന ഒരു ജനറൽ AI ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കും കൂടി മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഏറ്റവും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് സമ്പാദിക്കണം, അതിനുവേണ്ടി പോകണ ഉപജീവനമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായിട്ട്. അപ്പോൾ ഈ ഉപജീവനം പോലും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിൽ എത്രയോ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന മനുഷ്യർ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു കാലത്തെ ഇത്ര വെറുതെ ഇത് മാത്രമാണല്ലോ ദൃശ്യത്തിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിനേക്കാൾ വലിയ സാധ്യതകളാണ് ഇനി ലോകത്ത് വരാൻ പോകുന്നത്. സാമ്പത്തികമായി മനുഷ്യൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയോ ജോലി ചെയ്യുകയോ അതിനുവേണ്ടി ജീവിതം മുഴുവൻ, ഇപ്പോൾ നമ്മുടെ തലമുറ, അതിന് മുമ്പുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മാത്രം, ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടത് അല്ലേ. ഇപ്പോൾ നമ്മളെ തലമുറയിലൊക്കെ എത്തിയപ്പോൾ കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റും ജീവിതത്തെ കുറച്ചുകൂടിയും കാണാൻ തുടങ്ങി. ഇനി അടുത്ത തലമുറ ജോലി പോലും ആവശ്യമില്ലാത്ത വിധമാകാൻ പോവാണ്. കാരണം അതിനകത്തും വരുമ്പോഴേ ഇപ്പം അങ്ങനെ വരുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതും ഒരു നെഗറ്റീവായിട്ടുള്ള, അല്ലാതെ പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ആൾക്ക്? പിന്നെ ഏതൊരു നെഗറ്റീവായ സാധനത്തിനും പോസിറ്റീവായതുണ്ട്. നമ്മൾ നെഗറ്റീവായത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്. ഞാനിപ്പോൾ വിചാരിച്ചിപ്പോൾ മനുഷ്യർക്കിടയിൽ മതാന്തത കൂടി അല്ലേ, ഭയങ്കരമായ വർഗീയത കൂടി, ഇത് കൂടുമ്പം തന്നെ അറിയാം ഇതിന് വലിയൊരു സാധ്യതയാണ് വരാൻ പോകുന്നത്. മനുഷ്യൻ കുറച്ചുകൂടി സ്നേഹത്തിനെ അറിയാനും ആധ്യാത്മികത അറിയാനും, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ട വലിയൊരു സമാധാനത്തിൻ്റെ സാധ്യത വരുന്നുണ്ട് എന്നുള്ള, സമാധാനത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ കാണുമ്പോൾ അറിയാം ഇതിനപ്പുറത്ത് എന്തുണ്ട്, ഒരു സർക്കിളാണ്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തുള്ള ആത്മീയ ജീവിതത്തെ എങ്ങനെയാണ് സിദ്ദിഖ് കാണുന്നത്? ഞാനത് കുറച്ചുകൂടി നല്ലതായിട്ട് കാണും. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഓരോ നിമിഷം, ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് പുസ്തകം എടുത്ത് ആ സമയത്ത് പുസ്തകം വായിക്കുകയും അത് അറിയുകയും ചെയ്തു. ഇപ്പം നമ്മളുടെ കയ്യിൽ ഫുൾ ടൈം ഫോണാണ്. ഇപ്പോൾ ഒരു അങ്ങനെ ഒരു സാധന മനസ്സുള്ളവനെ സംബന്ധിച്ച് എപ്പോഴും അവന് കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ യാത്രയിലും ഇതിനെ കേൾക്കുകയും അറിയുകയും പുതിയത് നമ്മളെ എഴുതുകയും ഇതെല്ലാം ഇതിൽ ചെയ്യാമല്ലോ. നമ്മളെ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണർന്നിരിക്കുന്ന എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉള്ളതാണ്. അതിലൂടെ പുതിയത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എത്ര തലങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കേൾക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ ഒരുപാട് പേര്, ഇപ്പം നമ്മളൊക്കെ തന്നെ, എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊരു വിഷയത്തെ, ഇപ്പോൾ സൂഫിസം പോലെ നമുക്ക് പ്രിയപ്പെട്ടൊരു വിഷയം എന്ന് സംസാരിച്ച് കുറച്ചാളെ കേൾപ്പിക്കണമെങ്കിൽ എത്ര പണിയായിരുന്നു. അന്നൊരു നോട്ടീസ് ഒരു ഹോൾ എടുക്കണം, നോട്ടീസ്, ഇത്രയും പണിയല്ലേ. ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു വോയിസ് എടുക്കുക. ഇതിപ്പോൾ ഈ കാലത്താണ്, ഈ കോവിഡ് കാലത്താണ് നമുക്ക് അതിൻ്റെ വലിയ സാധ്യത. മൊബൈൽ എടുക്കുക, നമ്മളൊന്ന് ഇരിക്കുക, സ്വസ്ഥമായിട്ട് പറയുക, അതങ്ങ് പ്രസരിക്കും. 1000 ആളുകളൊക്കെ
എന്താണ് നിമിഷം കൊണ്ടാണ് കേൾക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ 50,000 ലക്ഷവും ആളുകൾ ഇതെവിടെയൊക്കെയോ ഇരുന്ന് കേൾക്കുകയാണ്. കേട്ട ആളുകളുടെ മനസ്സിൽ അതിൻ്റെ വ്യത്യാസം വന്നിട്ട് ഏതൊക്കെയോ നമ്മളെ കാണുന്ന സമയത്ത് ഞാനന്ന് കേട്ടത് എനിക്കിത്ര പ്രിയമായി, എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ അറിയാതെ മാറ്റങ്ങൾ തീർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട്. സിദ്ദിഖിന് എങ്ങനെയാണ്, സിദ്ദിഖിന്റെ ഈ സൂഫി അനുഭവം എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഗുരു അല്ലെങ്കിൽ ആ തലത്തിൽ നിന്നുകൊണ്ട് സിദ്ദിഖ് എങ്ങനെയാണ്? എനിക്കത് ഒരുപാട് മനുഷ്യരെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൂഫിസം പുസ്തകമല്ലേ, സൂഫിസം അനുഭൂതി, അത് ഒരുപാട് ആദ്യത്തിലുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 16-17 വർഷമായല്ലേ ഇറങ്ങിയിട്ട്. അപ്പോൾ ആ പുസ്തകം വായിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹൃദയപൂർവ്വം വളരെ ഇങ്ങനെ പുസ്തകം വായിച്ച് വന്നിട്ടുണ്ട്. അത് പക്ഷെ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 2020 ശേഷം കോവിഡ് കാലമൊക്കെ ആയപ്പോഴാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതാണ്. അതിലൂടെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ്, ഭയങ്കര ആളുകളാണ്. ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. മസ്നവി, ഇപ്പോൾ റൂമിയുടെ മസ്നവി ഇപ്പോൾ ഒരു 7 വർഷമായി മസ്നവിയുടെ ക്ലാസ്സുകൾ, 1000-ലധികം ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തു. അതെങ്ങനെ സിദ്ദിഖ് മുഹമ്മദ് എങ്ങനെയാണ്? അതന്നെ മസ്നവി, അതിപ്പോൾ യൂട്യൂബിലുണ്ട്. അല്ലാതെ സിദ്ദിഖിന്റെ പേര് അതിൻ്റെ പേര് മസ്നവി മലയാളം എന്നൊക്കെ അടിച്ചാൽ എന്നെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ. ഇപ്പോൾ ഈ കേൾവിയിലായപ്പം പുസ്തകം ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എളുപ്പമാണ് കേൾക്കാനും അറിയാനും. എപ്പോഴും പിന്നെ ഓഡിയോ ബുക്കിൻ്റെ ഒക്കെ ഒരു കാലമല്ലേ ശരിക്കും. ഇങ്ങനെ നമ്മൾ വായിക്കുന്നതിന് പകരം ഓരോ സമയത്തും കേട്ടോണ്ട്, ഏത് സമയം നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും കേട്ടോണ്ടിരിക്കാമല്ലോ. അതിനായിട്ടൊരു സമയം മാറ്റി വെക്കേണ്ടാത്ത വിധം നിരന്തരം കേൾവികൾ മനുഷ്യനെ മാറ്റി തീർക്കുന്ന ഒന്നാണ്. കേൾവി വളരെ പ്രധാനമാണ് ചില സ്ഥലത്ത്. ഇപ്പൊ ശരിക്കും മലയാളത്തിൽ ഇപ്പൊ നമുക്ക് സൂഫിസം പഠിക്കണം എന്നുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? മലയാളത്തിൽ സൂഫിസം പഠിക്കാൻ ഏറ്റവും നല്ല ഒരു പൊതുവായിട്ട് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനെ ഞാൻ ഒരു കാവ്യബോധവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം വായിക്കേണ്ടത് ഗുരു നിത്യചൈതന്യതിയുടെ റൂമി പറഞ്ഞ കഥകളോ പരിശുദ്ധ ഖുർആൻ ഹൃദയാഞ്ജലി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇതൊക്കെയാണ് ആദ്യം വായിക്കേണ്ടത് ഞാൻ പറയും. പിന്നീട് സൂഫിസത്തെ വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പുസ്തകമുണ്ട്. പിന്നെ ഹാഷിം ഖാൻ്റെ ഒരു നല്ല പുസ്തകമാണ്. പിന്നെ സൂഫിസത്തെ അദ്ദേഹത്തിൻ്റെ കുറേ സഞ്ചാര വഴികളിലുള്ള പുസ്തകങ്ങളുണ്ട്. അതൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഭാഷയൊന്നും പ്രശ്നമില്ല, ഇംഗ്ലീഷിൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി നമുക്കിപ്പോൾ ഏത് ഭാഷയിലും അതിങ്ങനെ ട്രാൻസ്ലേഷനും എല്ലാം എപ്പം കിട്ടുമല്ലോ, ഏത് ഭാഷയിലും കിട്ടും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്ന ഒരു സാധനം ഏത് ഭാഷയിലും നമുക്ക് പരിഭാഷപ്പെടുത്തി കേൾക്കാൻ പറ്റുന്നതല്ല. സൂഫിസം പഠിക്കാൻ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ബ്രൗസ് ചെയ്താൽ മതി അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആനന്ദത്തോടെ അനുഭവിക്കാൻ കുറച്ച് സാഹിത്യവാസനയും ഭാഷയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ പുസ്തകമൊക്കെ വായിക്കാം. സിദ്ദിഖിന്റെ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കൊരു ഒരു കവി, ഈ പുസ്തകത്തിലെ എല്ലാ വരികളിലും ഒരു കവിയുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ സൂഫിസത്തിലെ എല്ലാ റൂമി ആണെങ്കിലും ഒക്കെ തന്നെ നിറഞ്ഞ കവിത്വത്തോടു കൂടിയാണ് ജീവിതത്തെ സമീപിക്കുന്നത് അല്ലേ? ആ ഒരു പ്രത്യേകത. അതെ, കവിത്വത്തോടു കൂടി ജീവിതത്തെ സമീപിച്ച സൂഫികളുണ്ട്, പക്ഷെ അല്ലാത്ത ഒരുപാട് സൂഫികളുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്തരം സൂഫികളാണ്, അതുകൊണ്ടാണ് ഗ്രന്ഥം ഉണ്ടാവുന്നത്. ഇപ്പൊ ഗ്രന്ഥം എഴുതിയ സൂഫികൾ കുറവാണ്. കാരണം ഒരു സൂഫി ഗ്രന്ഥം എഴുതേണ്ട കാര്യമില്ല. സൂഫിയായിരിക്കുക എന്നുള്ള ഗ്രന്ഥം എഴുതാൻ ചിലവരെ സംബന്ധിച്ച് അതൊരു കുറവാണ് ആ അർത്ഥത്തിൽ. അങ്ങനെയുണ്ട്. പക്ഷെ അതേസമയം ഒരു കവിയും സൂഫിയും ഒരുമിച്ച് വന്നാലാണ് എന്തുണ്ടാവുക, ഗ്രന്ഥമായി തീരുക. അവിടെ നിന്നാണ് ഗ്രന്ഥം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു വിഭാഗം സൂഫികളിൽ തന്നെ ഒരു വിഭാഗം ഗ്രന്ഥമില്ലാത്ത സൂഫി എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത പിതാവിനെ പോലെയാണെന്ന് പറയുന്നവരുണ്ട്. കാരണം മഹാസൂഫികളിലെല്ലാം ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. അവരൊക്കെ കാരണം അവർ കവികളാണ്. ആ കവിത്വമുള്ളിലുണ്ട്. കവിയുടെ ഒരു ജിബ്രാൻ പറയുന്നുണ്ട്, കവിയുടെ ഒരു ഇടമുണ്ട്, ഒരു മേച്ചിൽപ്പുറം, അത് പിന്നിട്ടാലാണ് അവനൊരു മിസ്റ്റിക് ആവുന്നത് എന്നുള്ളത്. അതെ. എനിക്ക് ശരിക്കും സിദ്ദിഖിന്റെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനകത്ത് വരുമ്പോഴുമുള്ള എത്ര മനോഹരമായിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. പൂവിരിയലിന്റെ ലാവണ്യം, വിരിയുന്ന പൂവിന്റെ ലാവണ്യം എത്ര സ്നിഗ്ധമാണ്. ഇത് ശരിക്കും കവിത വായിക്കുന്ന പോലെയാണ്. ഇതൊരു കവിതയാണോ എന്ന് ചോദിച്ചാൽ, മഞ്ഞു പെയ്യുന്ന പ്രഭാതത്തിൽ കൂട്ടമായി വിരിഞ്ഞ പൂക്കളെ തേടി തുഷാര ബിന്ദുക്കൾ ഇളങ്കാറ്റിൽ നൃത്തം വയ്ക്കുകയാണ്. മഞ്ഞു മുഷസും പൂക്കളും ചേരുമ്പോൾ ഹൃദയാന്തരങ്ങൾ എന്തിനാണ് ഇത്ര പ്രണയവർണ്ണം അണിയുന്നത്? പ്രണയത്തിന്റെ രാപ്പാടികൾ എന്തിനാണ് ഇത്ര നേരത്തെ പാടാനെത്തുന്നത്? ഈ ഒരു ഇതപ്പോ സിദ്ദിഖ് നേരത്തെ കവിത എഴുതുമായിരുന്നു. അങ്ങനെ കവിത എന്ന രീതിയിൽ എഴുതാറില്ല, ഈ ഗദ്യം തന്നെ ഒരു കവിതയാവുക എന്നുള്ളതാണ് ആളുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട്. ആളുകൾ നന്നായി സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ഈ കവിത വായിക്കണമെങ്കിൽ, അതുപോലെ ഈ സൂഫിസം ഇങ്ങനെ വായിക്കണമെങ്കിൽ ഉള്ളിൽ ചെറിയൊരു അതിൻ്റെ ഒരു നനവുണ്ടാവണമല്ലോ, ഒരു കാവ്യാത്മകമായ അത്തരം ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണിപ്പോൾ നമ്മളെ കേൾക്കുക. ഇപ്പം മസ്നവി തന്നെ എത്രയോ പേര് കേൾക്കുന്നു നിരന്തരം. ഇപ്പോൾ 1200-ഓളം ക്ലാസ്സുകളായി.
അതിങ്ങനെ സിദ്ദിഖ് തുടർന്ന് എടുത്തത്. എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെ യൂട്യൂബിൽ കുറച്ച് ഭാഗമുണ്ട്, പിന്നെ ഒരു കോഴ്സ് പോലെയാണ് അതിന്റെ. അത് കേൾക്കേണ്ട ആളുകൾക്ക് അതിൽ പങ്കാളികളാകാം. അതെവിടെ? ഇതിനകത്ത് തന്നെ, യൂട്യൂബിൽ തന്നെ? യൂട്യൂബിലല്ല, അതിന്റെ പ്ലാറ്റ്ഫോം അതിൽ വാട്സാപ്പിൽ തന്നെ ഗ്രൂപ്പ്. അല്ല, അല്ലാതെ ഈ ഇതായിട്ടുള്ള ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സദസ് പോലെ അങ്ങനത്തെ ഇതൊക്കെ ഓൺലൈനാണ്, എല്ലാം ഓൺലൈൻ. അല്ലാതെ ഓഫ്ലൈൻ നമ്മൾ ചെയ്യാറുണ്ട്, ഓഫ്ലൈൻ പലപ്പോഴും കുറവാണ്. അല്ല, സിദ്ദിഖ് അല്ലാതെ ആരെങ്കിലും ഒക്കെ സൂഫിസം ചെയ്യുന്നുണ്ടോ കേരളത്തില്? അതും ഓഫ്ലൈൻ ആയിട്ടുണ്ട്. അതിനകത്ത് ഈ നൃത്തവും സംഗീതവും ഒക്കെ വരും. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ജൂണില് റൂമി റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കോഴിക്കോട് ടിയാര ഹോട്ടൽ വെച്ചിട്ട് സൂഫി സംഗീതജ്ഞനായ സമീർ ബിൻസി ഉണ്ടായിരുന്നു. സംഗീതത്തിന്റെ ഭാഗം ഇത് ചേർന്നിട്ട് നമ്മൾ ഫുൾ ടൈം അതിന്റെ, പിന്നെ അതോടൊപ്പം വേളിംഗ് ചെയ്യുന്ന നമ്മൾ ഒരു പ്രാക്ടീസ് പഠിപ്പിച്ച നമ്മുടെ ഒരു ആളുണ്ട്, ദർവീഷ് അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ട്. വേളിങ്ങും സൂഫി സംഗീതവും സൂഫി നൃത്തവും സൂഫി ധ്യാനവും സൂഫി ജ്ഞാനവും ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഇങ്ങനെ ഓഫ്ലൈൻ സദസ്സുകൾ ഇങ്ങനെ ഉണ്ട്. അത് വളരെ രഹസ്യാത്മകമായും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി, അത് തേടി വരുന്നവർക്ക് മാത്രമല്ല. ഈ സംഗതിയൊക്കെ നമ്മൾ പുറത്തുള്ളതാണ്. ആ പുറത്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ അതിലൂടെ ആളുകൾ വന്നെത്തും. ഓരോ വാതിലുകളാണ്. അത് പുസ്തകം ഒരു വാതിലാണ്, പ്രഭാഷണങ്ങൾ വേറെ, ഇപ്പോൾ ഇൻ്റർവ്യൂ അത് മറ്റൊരു വാതിലാണ്. അതിൽ എവിടെയാണോ സീക്കർ ഉള്ളത്, അന്വേഷി എവിടേക്കോ ആണുള്ളത്, അന്വേഷിക്കുന്നവരിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക, തെരഞ്ഞെത്തും. തെരഞ്ഞെത്തുന്നവരിൽ ജാതി മത ഭേദങ്ങളൊന്നുമില്ല, വ്യത്യാസമില്ല, പ്രായഭേദങ്ങളില്ല, ലിംഗഭേദങ്ങളില്ല. അത് ഉണ്ടാവാൻ പറ്റൂലല്ലോ. സത്യമാണ് തേടുന്നത്, സ്നേഹമാണ് അനുഭവിക്കുന്നത്. അതിനെന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയാം. അതെ അതെ. സിദ്ദിഖിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു സൂഫി സാന്നിധ്യം അല്ലെങ്കിൽ സൂഫി ആയിരിക്കാനുള്ള ഒരു പ്രേരണ വന്നതിന് ശേഷം അനുഭവിക്കുന്ന പറയാൻ പറ്റുന്ന കാര്യമല്ല എങ്കിൽ പോലും കുറച്ച് വാക്കുകളിൽ പറയാൻ പറ്റും. എന്താണ് ആ അനുഭൂതി? നേരത്തെ നമ്മൾ തുടങ്ങുന്നത് അനുഭൂതി എന്നുള്ള വാക്കിൽ നിന്നായിരുന്നു. ആ അനുഭൂതിയിൽ മറ്റു മനുഷ്യർക്കിടയിൽ സിദ്ദിഖ് എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? അതൊരു ആ അനുഭൂതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ആൽക്കെമി പോലെയാണ് സൂഫിസം. ഞാനെപ്പോഴും പറയാം, ആൽക്കെമി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോഹത്തെ സ്വർണ്ണമാക്കി തീർക്കുന്നത്. നമ്മൾ പോലോക്കോയിലൂടെ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഈ ഒരു ആൽക്കെമിയാണ് സൂഫിസം. ഇത്തരം അതിലേക്ക് നമ്മൾ പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ പഴയ ആളല്ലാതാവുക എന്നുള്ളതാണ്. നമ്മൾ പണ്ട് ഏറ്റവും താഴ്ന്ന ലോഹമായിരുന്നെങ്കിൽ അതിനെ മാറ്റി തീർക്കുന്ന ഒരു ആൽക്കെമി പ്രോസസ്സാണ് ഈ ആധ്യാത്മികത. അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഈ സന്യാസിമാർ എനിക്ക് തോന്നുന്നു അവര് മറ്റേ പേര് പോലും ഉപേക്ഷിച്ച്, അതാണ് അല്ലേ, വസ്ത്രം ഉപേക്ഷിച്ച് ഒരു പുതിയ ആളാവുക, പുതിയ മനുഷ്യനായത്, പുതിയതാവുക എന്നുള്ളത്, പുതുക്കപ്പെടുക. അത് നിതാന്തമായി നിരന്തരമായി നമ്മൾ പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവമാണ് ഇതിൽ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്നത് ഖുർആനിൽ പറയുന്നത്. സൂഫികൾ എപ്പോഴും പറയും, അതായത് ദിക്ർ നമ്മൾ. അപ്പോൾ ദിക്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദൈവധ്യാനമാണ്. നമ്മളുടെ ഉള്ളിൽ ശരിക്കും അത് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തത് ജപമാണ്, മന്ത്രജപങ്ങളാണ്. രണ്ടാമത്തത് നമ്മുടെ സ്മൃതിയാണ്, നമ്മുടെ മനസ്സിൽ ആ ദൈവികത ഉണ്ടാവുക. മൂന്നാമത്തത് ധ്യാനമാണ്. 3 ഘട്ടങ്ങളാണ് ദിക്റിന്. അത് ഈ സൂഫി ഒരു റിച്വലാണോ അല്ലെങ്കിൽ? ആദ്യത്തെ ഘട്ടമൊക്കെ റിച്വലാണ്. നമ്മളൊരു പരിശീലനം പോലെ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന, പുറം ലോകമായിട്ട് ഇങ്ങനെ നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ദിക്ർ കൊടുക്കും. അത് അവർ ആ സമയത്ത് അവർ അതിനായിട്ടിരിക്കും, അതിനായി ചൊല്ലും, അതിനായി കേന്ദ്രീകരിക്കും. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അജപധ്യാനത്തിലേക്ക് ഉണരണം. ഈ ജപധ്യാനത്തിൽ നിന്ന് അജപത്തിലേക്ക് എത്തണം മനുഷ്യൻ. കാരണം ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ പിന്നീട് നമുക്ക് വരുന്നത് സ്വസ്തിയാണ്, ആ ശാന്തിയാണ്. തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു നിതാന്തമായ ശാന്തിയിലേക്ക് നമ്മൾ ഉണരും. നേരത്തെ പറഞ്ഞ പോലെ ആ ജ്ഞാനബോധം നമ്മളിൽ എത്തുമ്പോൾ, നമ്മുടെ ഒരു സ്പീച്ചുണ്ട്, യുദ്ധവും സമാധാനവും എന്ന് പറയുന്നത് സൂഫിസത്തിൽ. അപ്പം ഈ കളികൾ, ലോകത്തിൻ്റെ വലിയ വലിയ കളികൾ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു സാക്ഷിയെപ്പോലെ കാണാൻ കഴിയുന്ന ഒരു സ്വസ്തി ഇതിലെല്ലാം അകമേ ഉണ്ടാവും. ആ സ്വസ്തിയാണ് ഈ ഏറ്റവും വലിയ ഇതിന്റെ കാഴ്ചകളെല്ലാം ഉണ്ട് നമ്മൾ അറിയുകയും നമുക്കത് കാഴ്ചകളെ വേണമെങ്കിൽ വിവരിക്കാൻ പറ്റും. പക്ഷെ ഇതിനെപ്പോഴും നമ്മൾ ഇതൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഇതൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിൽ വീല, കാരണം നാളെ അതിന് ഇപ്പുറം വരാനുള്ളതാണ്. ഇന്ന് വലിയ ശാന്തിയും അത് കാണുമ്പോൾ നാളെ അതിനേക്കാൾ വലിയൊരു അശാന്തി വരും, പിന്നെ ശാന്തിയാവും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈ കളി, ഒരു ഭാഗത്ത് അർജന്റീന ജയിക്കുമ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം തോൽക്കുകയും ജയിക്കുക, സ്പെയിൻ ജയിക്കുക. ഇത് തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ഒരു കളിയാണ്. ഇത് കളി എന്ന് പറഞ്ഞാൽ തോൽക്കണം, ജയിക്കണം, ഒരു നായകൻ ഉണ്ടാവണം, വില്ലനെ തകർക്കണം, പിന്നെ അടുത്ത നായകൻ വരും, വില്ലൻ അതിനേക്കാൾ വലിയ അതിക്രമങ്ങൾ ഉണ്ടാക്കും, പിന്നെ വേറൊരു നായകൻ വരും. ഈ നായകൻ്റെയും വില്ലൻ്റെയും ഒരു വലിയ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ പ്രാപഞ്ചികത പറഞ്ഞാൽ മൊത്തം ഈ കളിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെയും പിശാച്ചിൻ്റെയും എന്ന് പറഞ്ഞാൽ പിശാച്ചും പോലും ദൈവികത അത് വെറുതെ ആ മഹാസ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. അതെ അതെ അതെ. അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് ഗുണമായി വരണം എന്നുള്ള ചിന്ത
നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ആ ആനന്ദം എന്ന് പറയുന്ന കാര്യം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സച്ചിത് ആനന്ദം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സൂഫി. അതാണ് ആ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും പലപ്പോഴും. ആ അനുഭൂതിയിൽ എത്രത്തോളം നമുക്ക് നിത്യമായി നിലകൊള്ളാൻ പറ്റും. അതാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പരമസത്യത്തിൻ്റെയും ആ പരമമായ അറിവിൻ്റെയും അനന്തമായ ആനന്ദത്തിൻ്റെയും മൂന്നും കൂടി ഇങ്ങനെ ചേരുന്ന അതാണ് ആ അനുഭൂതി. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏതൊരു മനുഷ്യനും അത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. പരമാവധി സാക്ഷ്യത്തിൽ നിൽക്കും. തിരുവനന്തപുരം പോലെ ഒരു വലിയ നഗരത്തിനകത്ത് ഇങ്ങനെ ഒരു തുരുത്തായി ഇരിക്കാൻ സിദ്ദിഖിന് എങ്ങനെയാ പറ്റുന്നത്? ഞാനിപ്പോഴും വിചാരിക്കും, ഒരു ഗ്രാമത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ അല്ലെങ്കിൽ അത്രയും ഒരു റിമോട്ട് സ്ഥലത്തിരിക്കുന്നതിനേക്കാൾ വളരെ പ്രൈവസിയിലും സ്വസ്ഥയിലും നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിനകത്തിരിക്കാൻ പറ്റുന്നുള്ള എൻ്റെ അനുഭവം. കാരണം നമുക്ക് വളരെ പ്രൈവസിയാണ്, വളരെ സ്വസ്ഥമാണ്, ആരും വരില്ല, അങ്ങനെ ഉണ്ടല്ലേ. നമ്മൾ തേടി വരുന്നവർ മാത്രം വരുന്ന ഒരിടാണ്. മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിന് വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഗ്രാമത്തിൽ അതോടൊപ്പം തന്നെ കുറേ അവിശുദ്ധികളുണ്ട്. ആളുകൾക്കിടയിൽ ഒരുപാട് ഇതുണ്ടല്ലോ. ആരും അങ്ങനെ ആവശ്യമുള്ള ആളുകൾ മാത്രം കൂടുന്ന അല്ലേ, അങ്ങനെയാണല്ലോ. ഇപ്പോൾ സാഹിത്യകാരന്മാർക്ക് അവരുടെ ഒരു കൂട്ടുണ്ടാവും അല്ലേ, സ്പിരിച്വലായ ആളുകൾ അവരുടെ കൂട്ടുണ്ടാവും, സ്പോർട്സിൻ്റെ ആളുകൾക്ക് ആ കൂട്ടങ്ങൾ മാത്രമല്ല ഇവിടെ വേണ്ടിടത്ത് മാത്രം. പക്ഷേ ഗ്രാമങ്ങൾ അങ്ങനെയല്ല, ഒരുപാട് കുടുംബങ്ങളും കൂട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലാത്ത ആളുകളെയും കൂടുതൽ, പക്ഷെ നമ്മൾ അതിന് നിർബന്ധിതരാകും അതിന് കൂടാൻ. നമ്മളെ സമയവും ഇപ്പോൾ സൂഫികൾ ഏറ്റവും പറയും നിങ്ങൾ ആരുടെ കൂടെ ആകുന്നു എന്നുള്ളത് വളരെ പ്രധാനം. എല്ലാത്തിലും സത്സംഗം എന്ന് പറയുന്നത് സത്സംഗം പ്രധാനം. അപ്പോൾ നമുക്ക് സത്സംഗം നഷ്ടപ്പെടും നമ്മൾ വേറൊരു സ്ഥലത്താകുമ്പോൾ. പക്ഷെ ഇതിൽ സത്സംഗത്തിൽ തന്നെ ഇരിക്കാൻ പറ്റും. ആ സത്സംഗത്തിൽ അവനവന്റെ കൂടെ ഇരിക്കലാണോ, അതാണ് ഏറ്റവും വലിയ സത്സംഗം. റാബിയ ബസ്രി പറയുന്നുണ്ട്, അവർ പറഞ്ഞത് എനിക്ക് എൻ്റെ ഏകാന്തതയാണ് എനിക്ക് ഏറ്റവും പ്രിയം. കാരണം ഞാൻ എൻ്റെ പ്രാണനാഥനൊപ്പം മാത്രമായിരിക്കുന്നത് അപ്പോഴാണ്. അതാണ് എപ്പോഴും ഒരു സൂഫി എപ്പോഴും ഏകാഗിയാകാൻ ഇഷ്ടപ്പെടുന്നത്, തൻ്റെ ആത്മനാഥനൊപ്പം ആവുക എന്നുള്ളതാണ്. ആ അനുഭൂതി ഇങ്ങനെ കിട്ടുമ്പോൾ ഏകാന്തത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും, കൂട്ടങ്ങളിൽ നിന്ന് മാറും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടാണ്. അതിനർത്ഥം ഒരു സാമൂഹികമായിട്ട് സമൂഹത്തെ നിഷേധിക്കുന്നവരോ അതിനെതിരാവുന്നവരോ ഒന്നല്ല. അതൊക്കെ ആ ഘട്ടത്തിൽ ചെയ്യേണ്ട ഘട്ടങ്ങളെല്ലാം അതിൻ്റെ രൂപത്തിൽ ചെയ്ത് പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തന്നെ അനുഭവിക്കാനും അറിയാനും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഏറ്റവും മനോഹരമായ ഒരു സംഭാഷണമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്തിനകത്ത് ഇത്തരം നിമിഷങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഒരുപാട് അസ്വസ്ഥതകളൊക്കെയാണ് പങ്കുവെക്കുന്നത്. അതിനപ്പുറത്തേക്കും നമ്മുടെ ജീവിതത്തിനൊരു മനോഹാരിത ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന ചില സാന്നിധ്യം, അങ്ങനെ ഒരു സാന്നിധ്യം ഇത്രയും നേരം വളരെ സന്തോഷമായിരുന്നു സിദ്ദിഖ്. ഏതായാലും സൂഫിസത്തിനെ മലയാളത്തിൽ ഇപ്പം ബഷീർ, റൂമി, അങ്ങനെ നമ്മളെ കൂടെ നടക്കുന്ന ആളുകൾ അവരിലൂടെയൊക്കെ നമ്മളിലേക്ക് വരുന്നതിന് ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്.